സമയം 2 മണിയായി. നമുക്ക് നമ്മളുടെ ഉദ്ഘാടന സമ്മേളന യോഗത്തിലേക്ക് കടക്കാം. അതിന് ആദ്യമായി അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ സ്കൂൾ HM ശ്രീമതി സരിത ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മള് മാത്സ് ക്ലബ്ബ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട യോഗ നടപടികളിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയ്ക്കായി 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഗൗരി പാർവതിയെ ക്ഷണിക്കുകയാണ്. അരൂപിയല്ല നീ നിത്യനന്ദരൂപിയാകണം. സമസ്ത കോടി ജീവജാലം ഏകമെന്നു തോന്നണം. സർവഭൂത സങ്കടങ്ങൾ ഗോചരങ്ങളാകണം. സഹാനുഭൂതി ഉൾക്കടൽ തിരകളായി മാറണം. അസാധ്യമെന്ന ചിന്തയെ ജയിച്ചെനിക്കു വളരണം. അമൂല്യരത്നമമ്മ തന്ന സ്നേഹമെന്നറിയണം. തികഞ്ഞ ഭക്തിയോടെ ജന്മ നാടിനെ നയിക്കണം. ഗുരുപദാഭുജങ്ങളെന്നും ഉണ്മയായി സ്മരിക്കണം. ശത്രുവെങ്കിലും കരം ഗ്രഹിക്കുവാൻ കഴിയണം. മിഴികൾ കൊണ്ടു മാനസം തലോടുവാൻ പഠിക്കണം. നാവിൽ നല്ല വാക്കുകൾ സദാ തുളുമ്പി നിൽക്കണം. നിറഞ്ഞ പുഞ്ചിരിക്കു മുൻപിൽ ആയുധങ്ങൾ തോൽക്കണം. നിറഞ്ഞ പുഞ്ചിരിക്കു മുൻപിൽ ആയുധങ്ങൾ തോൽക്കണം. അടുത്തതായി യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്പിളി ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട HM ശ്രീമതി സരിത ടീച്ചർ, ഗണിത ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ പ്രതാപ് സാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, എന്റെ സഹപ്രവർത്തകരെ, നമ്മുടെ സ്കൂളിലെ ഗണിത ക്ലബിന്റെ ഉദ്ഘാടനമാണല്ലോ ഇന്നിവിടെ നടക്കുന്നത്. ക്ലാസ് റൂമിന്റെ പരിധിക്കപ്പുറം പഠനം വിപുലീകരിക്കാനും ഗണിതശാസ്ത്രത്തോടുള്ള ക്രിയാത്മക മനോഭാവത്തെ പ്രോത്സാഹിപ്പിക്കുവാനും ഗണിത ക്ലബ്ബുകൾ സഹായിക്കുന്നു. ഇവിടെ എന്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഗണിത ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിപൂർണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ചടങ്ങിന്റെ അധ്യക്ഷ ശ്രീമതി സരിത ടീച്ചർക്ക് എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഏറെ തിരക്കുകൾക്കിടയിലും ഗണിത ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്നത് ബഹുമാന്യനായ ശ്രീ പ്രതാപ് സാറാണ്. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതാധ്യാപകനും അധ്യാപക പരിശീലകനും വിക്ടേഴ്സ് ക്ലാസുകളിലൂടെ ഏവർക്കും സുപരിചിതനുമായ ശ്രീ പ്രതാപ് സാറിനെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കൂളിലെ എല്ലാ ഗണിത പ്രവർത്തനങ്ങൾക്കും ഭാഗഭാക്കായ എന്റെ സഹപ്രവർത്തകർ ശ്രീമതി അഞ്ജലി ടീച്ചർ, ശ്രീമതി മഞ്ജുഷ ടീച്ചർ, ശ്രീമതി സുനിത ടീച്ചർ എന്നിവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടികളെയും രക്ഷകർത്താക്കളെയും മറ്റെല്ലാവരെയും എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ ഉദ്ഘാടകൻ, ഇന്നത്തെ വിശിഷ്ടാതിഥി പ്രതാപ് സർ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച അമ്പിളി ടീച്ചർ, ഗണിത ക്ലബ്ബ് കൺവീനർ ആയിട്ടുള്ള സുനിത ടീച്ചർ, മാത്സ് അധ്യാപകരായിട്ടുള്ള മഞ്ജുഷ ടീച്ചർ, എല്ലാവർക്കും, പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള കുട്ടികൾക്ക്, മാത്സ് ക്ലബ്ബ് അംഗങ്ങളായിട്ടുള്ള കുട്ടികൾ, രക്ഷകർത്താക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഒരു ഗണിതം എല്ലാവർക്കും, കുട്ടികളെല്ലാം ബുദ്ധിമുട്ട് പറയുന്ന ഒരു വിഷയമാണ് ഗണിതം. പക്ഷെ അത് ചിട്ടയോടുകൂടി മനസ്സിലാക്കി പഠിച്ചാൽ
ഏറ്റവും ഇതാണ്. പക്ഷെ എല്ലാവരും എപ്പോഴും ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ഗണിതം നമുക്ക് അത്ര എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഇങ്ങനെയുള്ള ക്ലബ്ബുകളുടെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. ക്ലബ്ബുകളിലൂടെ വിവിധ തരം പ്രവർത്തനങ്ങൾ നടത്തും. ടീച്ചേഴ്സ് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും. കളിയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് കണക്ക് സ്വായത്തമാക്കാൻ കഴിയും. അപ്പൊ ഈ നിങ്ങളുടെ ടീച്ചേഴ്സ് 4 ടീച്ചേഴ്സ് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. വിവിധ തരം പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തുന്നവരാണ്. ഈ ക്ലബിനുള്ള എല്ലാ പിന്തുണയും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള എല്ലാ പിന്തുണയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രതാപ് സാറിനും ഈ യോഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഉദ്ഘാടന കർമ്മത്തിനായിട്ട് പ്രതാപ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി ഇങ്ങനെ ഒരു അവസരം തന്ന നമ്മുടെ അക്കന്നൂർ സ്കൂളിലെ പ്രഥമ അധ്യാപിക, അതുപോലെ ഇതിന്റെ കോർഡിനേറ്ററായി നിൽക്കുന്ന ടീച്ചർ, അഞ്ജലി ടീച്ചർ, ക്ലബിന്റെ പ്രവർത്തനങ്ങളിൽ മുമ്പോട്ട് നിൽക്കുന്ന മറ്റ് അധ്യാപകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ഘാടന കർമ്മത്തിലേക്ക് വരാം. ഗണിതം പലർക്കും ഒരു കീറാമുട്ടിയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ ആകുന്നു എന്നുള്ളത് വ്യക്തമായി നമുക്ക് പറയാൻ പറ്റുന്നില്ല. പലരുടെയും സാഹചര്യങ്ങൾ പലതാണ്. പല സാഹചര്യങ്ങൾ കൊണ്ടും അതങ്ങനെ സംഭവിച്ചിരിക്കാം എന്നുള്ളത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗണിതത്തെ സ്നേഹിക്കൂ, നമുക്കതിനെ കൈക്കുമ്പിളിൽ ഒതുക്കാം. ഗണിതത്തെ സ്നേഹിക്കൂ, നമുക്കതിനെ കൈക്കുമ്പിളിൽ ഒതുക്കാം. നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾക്ക് ഏവർക്കും കാര്യം തന്നെയാണ്. കുട്ടികളെല്ലാവരും ഏതെങ്കിലും അല്ലെ മറ്റു മത്സരങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇതില്ല, മടുത്തി അല്ലെ, കൂടുതൽ നേതൃത്വ നിരയിലേക്ക് അല്ലെങ്കിൽ മികച്ച കളിക്കാരനായി മാറാൻ, അല്ലെങ്കിൽ അതുപോലെ ഏറ്റവും മികച്ച ഒരു പ്രകടനം നടത്താൻ നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും ശ്രദ്ധിക്കുകയാണ് അല്ലെ. ഊണും ഉറക്കം ഉപേക്ഷിച്ച് പോലും നിങ്ങൾ ആ കളിയിൽ ലയിച്ചിരിക്കും. അത് കമ്പ്യൂട്ടറിലെ ഗെയിം ആയാലും അല്ലെ, ഫോണിലെ ഒരു ഗെയിം ആയാലും, ചെസ് ആയാലും അല്ലെ, ക്യാരംസ് ആയാലും അല്ലെ, ഇതുപോലെ ഒരു കണക്ക് കിട്ടിയാൽ നിങ്ങൾ ഇരിക്കും. നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ അധ്യാപകനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുള്ള ഒരാളോ നിങ്ങളിലേക്ക് ഒരു കണക്ക് അവതരിപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ഇരുന്ന് അതിന്റെ ഉത്തരം കണ്ടെത്താറുണ്ടോ? അപ്പോഴുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം അല്ലെ, നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, അതിന്റെ അങ്ങേ അറ്റം വരെ കാണാൻ ശ്രമിക്കാറില്ല അല്ലെ. കുറച്ചു നേരം ശ്രമിച്ചിട്ട് അത് താത്തു വെച്ചിട്ട് പോകും. എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തൽക്കാലം അത് താഴ്ത്തി വെച്ചിട്ട് പോകും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴയൊരു കഥയാണെങ്കിൽ പോലും റോബർട്ട് ബ്രൂസ് എന്നൊരു രാജാവ് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ യുദ്ധം ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അദ്ദേഹം ഏതോ രാജ്യവുമായി അല്ലേ പണ്ട് യുദ്ധം നേടിയിരുന്നു. അപ്പോ രാജാവ് മത്സരങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ രാജ്യങ്ങൾ കീഴടക്കുന്നതിന്റെ ഭാഗമായി 7 or 8 തവണ ഒരു രാജ്യവുമായി യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹം പരാജയപ്പെടും. അങ്ങനെ തുടർച്ചയായി 7 or 8 പരാജയം കഴിഞ്ഞപ്പോൾ രാജാവ് വളരെ ദുഃഖിതനായി, അല്ലെങ്കിൽ പരാജയത്തിൽ വളരെ സങ്കടാലുവായി അല്ലെ. അദ്ദേഹം എന്ത് ചെയ്യുന്നു, രാജ്യം വിട്ട് ഒളിച്ചോടുന്നു, ഒരു ഗുഹയിലേക്ക് മാറി താമസിക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹം ഒരു പ്രത്യേക കാഴ്ച കാണാനിടയായി. അതായത് ഒരു ചിലന്തി വല കെട്ടുന്നതായി കാണുന്നു. എത്രയോ പ്രാവശ്യം അത് ശ്രമിക്കുന്നു, അപ്പോഴെല്ലാം
എന്തെങ്കിലും കാരണം കൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റാതെ പോവുകയോ അല്ലെങ്കിൽ നെയ്തെടുക്കാൻ പറ്റാതെ വരികയോ ചെയ്യും. എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, ചിലന്തി ആ പരിശ്രമം നിർത്തുന്നില്ല, പിന്നെയും പിന്നെയും അത് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. ആ വല നെയ്തെടുക്കുന്നവരെ അക്ഷീണം പ്രയത്നിക്കും. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്. രാജാവിന് ഈ കാഴ്ച കണ്ടപ്പോൾ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉണ്ടായത്. ഇത്രയും ചെറിയ ഒരു ജീവിയായ അല്ലെ, ഇത്രയും ചെറിയ ഒരു ജീവിക്ക് പോലും ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇത്രയും വലിയ മനുഷ്യനായ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇതേപോലെ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നൊരു ചിന്തയുണ്ടാവുകയും അതിനുശേഷം അദ്ദേഹം യുദ്ധത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അടുത്ത ഒരു യുദ്ധത്തില് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 7 or 8 തവണ പരാജയപ്പെട്ട ഒരാൾ അവിടെ നിർത്തിപ്പോകുന്നു അല്ലെ. ഇതിൽ നിന്ന് അല്ലെങ്കിൽ ചിലന്തിയുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ചിലന്തിയുടെ പ്രയത്നത്തിൽ നിന്ന് കണ്ട നേട്ടം മനസ്സിലാക്കിക്കൊണ്ട് തുടർന്ന് എന്ത് ചെയ്യുന്നു, യുദ്ധം ചെയ്യും. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ലോകത്തിലുള്ള ഓരോ ജീവിയും ഏതെങ്കിലും തരത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റും. ഇവിടെ ആ ചിലന്തിയുടെ ആ പരിശ്രമത്തെ ഒന്ന് കാണുക അല്ലെ. അല്പം ക്ഷമയോടുകൂടി ആ പ്രശ്നത്തെ അല്ലെ, വല നെയ്തെടുക്കുക എന്നുള്ള പ്രശ്നത്തെയാണ് പരിഹരിച്ചത്. ഇതുപോലെ കണക്കിലെ എന്ത് പ്രശ്നത്തെയും ഒരു ക്ഷമയോടുകൂടി നമ്മൾ നേരിട്ടാൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. നമ്മൾ അക്ഷീണം പ്രയത്നിച്ചാൽ അല്ലെ, നമ്മൾ പറയാറുണ്ട് എന്താണ്, തുടക്കം നന്നായാൽ പകുതി നന്നായി അല്ലെ. ഒരു ശ്രമം അല്ലെ, ശ്രമിക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ അത് ചെയ്തെടുക്കണം എന്നുള്ള ഒരു വാശി ഉണ്ടെങ്കിൽ തന്നെ പകുതി ഉത്തരം നമുക്ക് കിട്ടിക്കഴിയും. ഇനി കുറച്ച് പരിശ്രമം കൂടി, ക്ഷമയോട് കൂടിയുള്ള ബാക്കി പരിശ്രമം കൂടി ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോ നമ്മുടെ ഏറ്റവും കണക്കെന്ന് തോന്നുന്നില്ല. സുഡോക്കോ പോലത്തെ ഗെയിമിന്റെ പിന്നിലുള്ള ഒരു ലോജിക് ഉണ്ട്. ആദ്യം അത് കളിക്കുമ്പോൾ അല്ലെ, എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് പിടികിട്ടില്ല. പക്ഷെ ഒരു 4-5 മത്സരങ്ങൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ, ആദ്യത്തെ ഒരു 4-5 മത്സരം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാൽ പോലും ഒരു 4-5 ഗെയിം നിങ്ങൾ കളിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്തായി, അതിൽ ഏറ്റവും മിടുക്കനായി മാറും. തുടർന്ന് വരുന്ന ആ ഗെയിമിന്റെ അതിന്റെ ലെവല് മാറിയാൽ കൂടി വീണ്ടും പരിശ്രമിക്കും. മടി മാറ്റി വെച്ചുകൊണ്ട് വീണ്ടും പരിശ്രമിച്ചാൽ ആ ചിലന്തിയെ പോലെ അപ്പോൾ നിർദ്ധാരണം തുടർന്ന് ഈ മറ്റ് ആശംസകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ക്ലാസ്സിനെ 2-3 സെക്ഷനായി തിരിക്കുന്നു. തിരിച്ചതിന് ശേഷം ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങളുടെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ചില സമയങ്ങളും കൂടി നമുക്ക് എടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അഞ്ജലി ടീച്ചറെ. ഗണിതം സ്വായത്തമാക്കുന്നതിനുള്ള കാര്യങ്ങൾ, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള കാര്യങ്ങൾ സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി ആശംസകളൊക്കെ കഴിഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ സാറ് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് കുട്ടികളോട് പറയാനുള്ള കാര്യം, വളരെ ശ്രദ്ധയോടുകൂടി സാറിന്റെ ക്ലാസ്സുകൾ കേൾക്കുക, നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇവിടെ കേട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആശംസകൾ നേരുന്നതിനായിട്ട് മാത്സ് അധ്യാപികയായിട്ടുള്ള അഞ്ജലി ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
അഞ്ജലി ടീച്ചറെ മൈക്ക് ഓഫ് ആണോ? സൗണ്ട് ഇല്ല. അഞ്ജലി ടീച്ചറെ കേൾക്കുന്നില്ലല്ലോ. അഞ്ജലി ടീച്ചർ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല ടീച്ചറെ. അഞ്ജലി ടീച്ചറെ കേൾക്കുന്നില്ല കേട്ടോ. ഓക്കെ 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 ഓക്കെ. ഓക്കെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ വർഷവും നമുക്ക് സ്കൂള് തുറക്കാനോ ആ രീതിയിലുള്ള ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിച്ചില്ല എങ്കിലും ഓൺലൈനിൽ കൂടി നല്ല രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോ കരിക്കുലർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ദിനാചരണങ്ങളും ക്ലബ് പ്രവർത്തനങ്ങളും നമ്മുടെ വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഇത്തരത്തിലുള്ള ക്ലബ് പ്രവർത്തനങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. നമുക്ക് അധ്യാപകരിൽ ഏറ്റവും പ്രഗത്ഭനായ, അധ്യാപകരുടെ ഇടയിലെ പ്രതിഭയായ ഒരു അധ്യാപകനായ പ്രതാപ് സാറിന്റെ ക്ലാസ് ലഭിക്കാനുള്ള ഭാഗ്യവും നമുക്കുണ്ടായി. ഗണിതം എന്ന വിഷയം ഏറ്റവും ലഘുവായി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, അതോടൊപ്പം തന്നെ വിവിധ തരം ഗണിത പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനുള്ള ഒരു മനസ്സ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകാനും സാധിക്കുന്ന തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനം മുന്നോട്ട് വെക്കാൻ നമ്മുടെ ക്ലബിന് കഴിയട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം, പ്രവർത്തിക്കാം. എല്ലാവിധ ആശംസകളും. മഞ്ജുഷ ടീച്ചർ ആശംസകൾ നേരുന്നതിനായിട്ട് മഞ്ജുഷ ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി സരിജ ടീച്ചർ, ഉദ്ഘാടകനായ ശ്രീ പ്രതാപ് സാർ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷിതാക്കൾ. ഗണിതം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ഇതുണ്ട്, പ്രയാസം എന്നുള്ളൊരു. അങ്ങനെയല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഗണിതം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്യൂൻ ഓഫ് ഓൾ സയൻസസ് എന്നാണ് പറയുന്നത്. നമ്മൾ ദൈനംദിന ജീവിതം എടുക്കുകയാണെങ്കിൽ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് നമുക്ക് അത് കൂടിയേ തീർത്തുള്ളൂ. നിങ്ങൾ കുറെ ആൾക്കാരെങ്കിലും, നിങ്ങളല്ല കേട്ടോ, കുറെ ആൾക്കാരെങ്കിലും ഇത് പ്രയാസം എന്ന് പറയാറുണ്ട്. അത് അവർ സ്വീകരിക്കുന്ന ആ മാർഗത്തിന്റെ അല്ലെങ്കിൽ അവരെടുക്കുന്ന ആ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമായിരിക്കും എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ലഘുവായിട്ട്, വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഗണിതം എന്ന് പറയുന്നത്. അപ്പം ഗണിതശാസ്ത്രം അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ സ്കൂളുകളിൽ രൂപീകരിച്ചിട്ടുള്ളതാണ് ഈ ഗണിത ക്ലബ്ബുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ മുന്നേ ഉള്ള വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ UP തലത്തിലും LP തലത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള ഗണിത മേളകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മളുടെ ഈ ക്ലബിന്റെ വഴിയായിട്ടായിരുന്നു നമ്മൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ ഇങ്ങനൊരു കോവിഡിന്റെ പശ്ചാത്തലം ആയതുകൊണ്ട് നമുക്ക് ഇതൊന്നും സാധിക്കാതെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നിരുന്നാൽ പോലും ഓൺലൈനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുവഴി സംഘടിപ്പിക്കാനായിട്ട് കഴിയും. നമ്മളുടെ ക്ലബിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രതാപ് സാർ, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതരായ പ്രതാപ് സാർ ഇപ്പൊ നിർവഹിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് നിങ്ങൾ ഓരോരുത്തരും, നമ്മുടെ ക്ലബിലുള്ള ഓരോ മെമ്പേഴ്സും സജീവമായി പങ്കെടുത്താൽ നമുക്ക് ഈ ക്ലബിനെ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മൾ പറയത്തില്ലേ, അവസരങ്ങൾ എല്ലാവർക്കും തുല്യ, ഓപ്പർച്യൂണിറ്റീസ് ആർ ഈക്വൽ ഫോർ ഓൾ. പക്ഷെ അതിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന വ്യത്യാസമാണ്. അതായത് പോസിറ്റീവ് പേഴ്സൺ ഓൾവേസ് മേക്സ് റിസൾട്ട്, പക്ഷെ നെഗറ്റീവ് പേഴ്സൺ എന്ത് ചെയ്യും, ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവാകാനായിട്ട് ശ്രമിക്കും. അതായത് നെഗറ്റീവ് പേഴ്സൺ മേക്സ് റീസൺസ് അവധി തരും. അങ്ങനെ ആവാതെ, നെഗറ്റീവ് പേഴ്സൺ ആവാതെ പോസിറ്റീവ് പേഴ്സൺ ആയിട്ട് നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കുന്നതിന് നമ്മുടെ ക്ലബിന് നല്ല പ്രവർത്തനങ്ങൾ നൽകി അതിനെ ഒന്ന് സമ്പുഷ്ടമാക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നല്ല രീതിയിൽ നമ്മുടെ ക്ലബ്ബ് ഈ വർഷം പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അഞ്ജലി ടീച്ചർ, ഇനി കുട്ടികളുടെ പരിപാടികളാണോ, സാറ് ക്ലാസ് എടുക്കുകയാണോ, എങ്ങനെയാണ്? അഞ്ജലി ടീച്ചർ പ്രോഗ്രാമിലേക്ക് പോകാം. അങ്ങനെ മാറി പ്രോഗ്രാമിലൂടെ ഇടയ്ക്ക് വരത്തക്ക രീതിയിൽ അതുപോലെ ടീച്ചർ. എന്താണ് സാർ വ്യക്തമായി
കുട്ടികളെല്ലാവർക്കും സ്ക്രീൻ കാണാമെന്ന് വിശ്വസിക്കുന്നു. സ്ക്രീനിലുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് കടന്നു പോകാൻ പോകുന്നത്. രസകരമായ ഒരു ചോദ്യത്തിലൂടെ നമുക്കൊന്ന് പോവാം അല്ലെ. എല്ലാം നമ്മൾ കേൾക്കുകയല്ല, ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയാനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാകും അല്ലെ. രസകരമായ ഒരു ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ചില കാര്യങ്ങളൊക്കെ സ്ക്രീനിലുണ്ട്, അപ്പൊ അത് കേട്ടിട്ട് അതിന്റെ ഉത്തരം കണ്ടെത്താൻ ഒന്ന് ശ്രമിക്കുക. അതായത് ചോദ്യം ഇതാണ്: ഒരു കുട്ടയില് കുറെ മുട്ടയുമായി ഒരാൾ നീങ്ങുന്നു. വളരെ അപകടകരമായ രീതിയിൽ ഒരു വണ്ടിയിലിരുന്ന അല്ലെങ്കിൽ ഈ കുട്ടയിലിരുന്ന അപ്പൊ ഇവിടുന്ന് ഒരു അതിന്റെ ഒരു നഷ്ടപരിഹാരം കൊടുക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നു. അപ്പൊ നഷ്ടപരിഹാരം അപ്പോൾ ഈ കുട്ടയുമായി വന്ന ആളോട് നമ്മൾ ചോദിക്കുകയാണ്, അയാൾക്ക് അതിന് വളരെ കൃത്യമായ ഉത്തരവൊന്നും പറയാൻ പറ്റുന്നില്ല, പക്ഷെ അയാൾ ചില കാര്യങ്ങൾ പറയുന്നു. ഈ കാര്യങ്ങളിൽ നിന്ന് ആ കുട്ടയിൽ എത്ര മുട്ടകൾ അല്ലെങ്കിൽ എത്ര എഗ്സ് ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് കണ്ടെത്താം. ഇതാണ് നമ്മുടെ ചോദ്യം. അതായത് പറഞ്ഞ രീതി ഇതാണ്: എന്റെ സഞ്ചിയിൽ ഇരുന്ന മുട്ടകളെ രണ്ടായി ഗ്രൂപ്പ് ചെയ്താൽ, രണ്ടെണ്ണത്തിന്റെ ജോഡിയായി ക്രമീകരിച്ചാൽ ഒന്ന് ബാക്കി വരും. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? സാറ് കേൾക്കുന്നുണ്ട്. റേഞ്ച് പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോ ഈ മുട്ടകളെ രണ്ടായി തിരിച്ചാൽ ഒന്ന് മിച്ചം വരും. മുട്ടകളെ മൂന്നായി തിരിച്ചാൽ രണ്ട് മിച്ചം വരും. മുട്ടകളെ നാലായി തിരിച്ചാൽ ഇങ്ങനെ ആ മുട്ട പ്രത്യേകതകളും സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത്. നെറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഒന്നുകൂടെ സ്ക്രീൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടായി തിരിച്ചാൽ ഒന്ന് ബാക്കി, മൂന്നായി തിരിച്ചാൽ രണ്ട് ബാക്കി, നാലിന്റെ ഗ്രൂപ്പുകളായാൽ മൂന്നെണ്ണം ബാക്കി, അഞ്ചിന്റെ ഗ്രൂപ്പുകളായാൽ നാലെണ്ണം ബാക്കി, ആറിന്റെ ഗ്രൂപ്പുകളായി തിരിച്ചാൽ അഞ്ചെണ്ണം ബാക്കി. ഇനി ഏഴായി തിരിച്ചാലോ ഒന്നും ബാക്കി വരില്ല. ഇനി എൻ്റെ കുട്ടയില് 150 മുട്ടയിൽ കൂടുതൽ കൊള്ളില്ല അല്ലെ, അത്രയും മുട്ട വെക്കാനുള്ള സ്ഥലമേ. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: ഇതില് എത്ര മുട്ടകൾ ഉണ്ടായിരുന്നു? ഇതാണ് നമ്മുടെ ചോദ്യം. എല്ലാവരും ഒരു 2 മിനിറ്റ് എടുത്ത് ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിനകത്തെ എണ്ണം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ചോദ്യത്തിന്റെ ഉത്തരമായി വരുന്ന സംഖ്യ നമുക്ക് കണ്ടെത്താൻ പറ്റും. ചോദ്യം സ്ക്രീനിലുണ്ട്, കാണാം. പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ: 150 മുട്ടയിൽ താഴെ ഉള്ളൂ. ടീച്ചർ ഒന്നും ക്ലിയർ ആവുന്നില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സാർ. 150 താഴെ മുട്ടകളേ ഉള്ളൂ. 150 താഴെ മുട്ടകളേ ഉള്ളൂ. അവയെ രണ്ടായി തിരിച്ചാൽ ഒന്ന് മിച്ചം വരും. മൂന്നായി തിരിച്ചാൽ രണ്ട് മിച്ചം വരും. ഇനി നാലായി തിരിച്ചാൽ 3 മുട്ട ബാക്കി വരും. അഞ്ചായി തിരിച്ചാലോ 4 എണ്ണം ബാക്കി വരും. ആറായി തിരിച്ചാൽ 5 എണ്ണം ബാക്കി വരും.
7 തിരിച്ചാൽ ഒന്നും ബാക്കി വരില്ല. എൻ്റെ കുട്ടയിൽ 150 കൂടുതൽ മുട്ട കൊള്ളില്ല, അല്ലെങ്കിൽ അത്രയും നിറയ്ക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര മുട്ടകൾ ഉണ്ടായിരുന്നു? ഇതിന്റെ എണ്ണം ഒന്ന് കണ്ടെത്താൻ പറ്റുമോ? 150 താഴെയുള്ള സംഖ്യയാണെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ പ്രത്യേകതകളുള്ളതുമായിരിക്കും. 150 താഴെ ഇത്രയേറെ പ്രത്യേകതയുള്ള ഒരു സംഖ്യ ഉണ്ടെങ്കിൽ അത് ഏതാണ്? സാർ 147 ആണോ? സംഖ്യ എന്ന് പറയാൻ സാർ 147. 147 അല്ല, അടുത്തൊക്കെയാണ്. 147 അല്ല, 145 ഉത്തരത്തോട് അടുക്കുന്നുണ്ട്, പക്ഷെ കൃത്യമായ ഉത്തരമായില്ല. സാർ 143. 163 എന്നുള്ള ഉത്തരം വരില്ല. 150 താഴെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ 165 പറയുക? സാർ 143. അല്ല, 140. സാർ 145. 150 താഴെയുള്ള എല്ലാ സംഖ്യകളും പോരാ. 137 പോരാ. 144 ശരിയായിട്ടില്ല. 144 വന്നാൽ എന്താ പ്രത്യേകത? ഇരട്ടയായിട്ട് സാർ 142. ഇല്ല, 142 വന്നാലും 2ന്റെ ജോഡിയാവുമ്പോൾ ഒന്നും മിച്ചം വരില്ലല്ലോ. 135. അല്ലേ? 142 അല്ല. സാർ 143. ഇരട്ട സംഖ്യകൾ ഒന്നുമേ അല്ല. കാരണം എന്താ പറഞ്ഞേ? ഇരട്ട സംഖ്യയായി ക്രമീകരിച്ചാൽ ഒന്ന് ബാക്കി വരുന്ന പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു ഒറ്റ സംഖ്യയാണ്, അല്ലെ? ഓഡ് നമ്പറാണ്. സാർ 149. അല്ല. സാർ 119. ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഗുഡ്, ശരിയാണ്. 119 ഇതിന്റെ ഉത്തരം. അപ്പോ ഇനി നമുക്ക് അറിയേണ്ടത് 119 എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേർന്നു? ഒരാൾ എത്തിച്ചേർന്നു, വളരെ സന്തോഷം. എങ്ങനെയാണ് 119 എന്നുള്ള ഉത്തരം കിട്ടിയത്? ആരാ പറഞ്ഞ പേരെന്ന് പറഞ്ഞേ? അനന്യ. അനന്യ 119 എന്ന് പറയുന്ന ആൻസറിലേക്ക് എങ്ങനെയാണ് വന്നത്? അനന്യ എങ്ങനെയാണ് 119 ഉത്തരമെന്ന് കണ്ടെത്തിയത്? കേൾക്കാമോ അനന്യ? 119 എന്ന ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേർന്നത്? പറയാമോ? ഇല്ല സർ. വെറുതെ ഊഹിച്ചു നോക്കിയതാണല്ലേ? അതെ സർ. ശരി, ഓക്കെ. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിനകത്ത് ആ വരികൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ വരികളിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കും. അതായത് 2ന്റെ ജോഡിയായിട്ട് എടുത്താൽ ഒന്നും മിച്ചം വരും എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റ സംഖ്യയാണെന്ന് മനസ്സിലായി, അല്ലേ? ഇങ്ങനെ നമുക്ക് ഓരോന്നും വായിച്ചു നോക്കി. ഏറ്റവും അവസാനത്തെ വരി ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്താ പറഞ്ഞിരിക്കുന്നേ? ഏറ്റവും അവസാനത്തെ വരി, അല്ലേ? If counted in 7, nothing will remain.
എന്ന് പറഞ്ഞാൽ ഇത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 7ന്റെ മൾട്ടിപ്പിൾ, 7ന്റെ ഗുണിതമായിട്ടുള്ള സംഖ്യ. അപ്പൊ 7ന്റെ ഗുണിതമായിട്ടുള്ള ഒരു സംഖ്യ എടുത്തങ്ങ് പരിശോധിച്ചാൽ പോരെ. 7ന്റെ ഗുണിതമായിട്ടുള്ള ഒരു സംഖ്യയാണ് ഉത്തരം. 7ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാ? മൾട്ടിപ്പിൾസ് ഓഫ് 7 ആരൊക്കെയാ? ഒന്ന് പറയാം. മൾട്ടിപ്പിൾസ് ഓഫ് 7 ഏതൊക്കെയാ സംഖ്യകൾ? പറയാം. 7, 14, 14, 21, 150 താഴെയുള്ള 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 7ന്റെ മൾട്ടിപ്പിൾ. ഇനി ഇതിൽ ഏതാണ് കൃത്യമായിട്ട് 7ന്റെ മൾട്ടിപ്പിൾ? 14 പറ്റത്തില്ല അല്ലെ? അപ്പൊ നമ്മൾ 7, 14, 21, 28 എന്ന് പറയുമ്പോൾ ഈ 14, 28 ഒന്നും ഉത്തരവായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഇരട്ട സംഖ്യകളായി പോയി അല്ലെ? അങ്ങനെ ഈ സംഖ്യകളെല്ലാം ഒഴിവാക്കി വരുമ്പോൾ ഈ പറയുന്ന പ്രത്യേകത നമ്മൾ ഏത് സംഖ്യയിലേക്ക് എത്തും? 119 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് എത്തും. ഒന്നുകൂടെ പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 150 താഴെ മുട്ടകൾ ഉണ്ടായിരുന്നു. അപ്പൊ 150 താഴെ 7ന്റെ ഗുണിതങ്ങളായിട്ടുള്ള സംഖ്യകൾ ഒന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് തീരും. 7, 14, 21, 28 അല്ലെ? അതില് ഇരട്ട സംഖ്യകളെ ഒഴിവാക്കുക. ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ 14 ഇരട്ട സംഖ്യയാണ്, 28 ഇരട്ട സംഖ്യയാണ്, 42 ഇരട്ട സംഖ്യയാണ്. അപ്പൊ എഴുതി വെച്ചിരിക്കുന്ന ഗുണിതങ്ങളിൽ ഈ പറയുന്ന സംഖ്യ ഇരട്ട സംഖ്യകളെ ഒഴിവാക്കുക. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന സംഖ്യകളെ നമുക്ക് എടുക്കാം. അപ്പൊ അതിനകത്ത് അങ്ങനെ പ്രത്യേകത ഇല്ലാത്ത സംഖ്യകളെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അങ്ങനെ നമ്മൾ ഒഴിവാക്കി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സാധ്യതയുള്ള എല്ലാ സംഖ്യകളും എഴുതി നോക്കിയതിനു ശേഷം ഈ പ്രത്യേകത ഇല്ലാത്ത സംഖ്യകളെ ഓരോന്നിനെ ഒഴിവാക്കി വരുമ്പോൾ നമ്മൾ ഏത് ഉത്തരത്തിലേക്ക് എത്തുന്നു? 119 എന്ന ഉത്തരത്തിലേക്ക് എത്തുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനുശേഷം ഒരു പേപ്പറിൽ ഒന്ന് ചെയ്ത് നോക്കി കഴിയുമ്പോൾ അത് വ്യക്തമാകും. കറക്റ്റായ ഉത്തരം 119. കറക്റ്റായ ഉത്തരം എത്രയാണ്? 119. അപ്പം ചെയ്ത് നോക്കേണ്ടത് എങ്ങനെയാണ്? ആദ്യം 7, 14, 21 എന്ന് 150 വരെയുള്ള സംഖ്യകൾ എഴുതി നോക്കുക. 7ന്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് ഓഫ് 7 എഴുതി നോക്കുക. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ഒഴിവാക്കുക? ഒഴിവാക്കണം? ഈവൻ നമ്പേഴ്സ് എല്ലാം ഒഴിവാക്കണം. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരാത്ത സംഖ്യ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അങ്ങനെ ഉള്ളതെല്ലാം ഒഴിവാക്കി വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആൻസർ ആയ 119. ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കാം. കുറച്ച് തമാശകളാണ്. ഓക്കെ. ഈ ചോദ്യങ്ങൾ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സ്ക്വയർ വരയ്ക്കണം. എന്താ വരയ്ക്കണ്ടേ? ഒരു സ്ക്വയർ വരയ്ക്കണം. എത്ര സൈഡ്? 4 ലൈൻസ് വെച്ച് ഒരു സ്ക്വയർ വരയ്ക്കണം. വരച്ചൂടെ? 4 ലൈൻസ് വെച്ച് ഒരു സ്ക്വയർ വരയ്ക്കണം. വരയ്ക്കാൻ പറ്റത്തില്ലേ? എല്ലാവരും നോട്ട്ബുക്ക് വരച്ചു. നോക്കിയോ? ആരെങ്കിലും ആ വരച്ചത് ഒന്ന് സ്ക്രീനിൽ ഒന്ന് കാണിച്ചേ. ഐ മീൻ ഫോട്ടോ ആയിട്ടൊന്ന് കാണിച്ചേ, അല്ലെ ക്യാമറ വെച്ചൊന്ന് കാണിച്ചേ. ക്യാമറ യൂസ് ചെയ്ത് നിങ്ങൾ വരച്ചതൊന്ന് കാണിച്ചേ. ആരെങ്കിലും ഒരാള് ആ വരച്ചതൊന്ന് കാണിക്കാം. എല്ലാവരുടെയും നോട്ട്ബുക്കോ പേപ്പറോ പേനയൊക്കെ ഉണ്ടല്ലേ? അപ്പൊ അതില് 4 വര കൊണ്ട് ഒരു സ്ക്വയർ വരയ്ക്കും. ആരെങ്കിലും ഒന്ന് കാണിക്കാമോ വരച്ചത്? യെസ്, കറക്റ്റ്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം ഇതാണ്. 3 വരയെ വരയ്ക്കാം. ഒരു സ്ക്വയർ വരയ്ക്കണം. 3 വര വരച്ച് ഒരു സ്ക്വയർ വരയ്ക്കും. ചോദ്യം ഇതാണ്. 3 വരയെ വരയ്ക്കാവൂ. പക്ഷെ എന്താകും? വരയ്ക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ആരെങ്കിലും വരച്ചുവെങ്കിൽ അത് സ്ക്രീനിൽ കാണിക്കാം. അപ്പൊ അതിന്റെ യുക്തി മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ഉത്തരം പറയും അല്ലേ? വരച്ചവർക്ക് നിങ്ങളുടെ വരച്ച ചിത്രം സ്ക്രീനിൽ കാണിക്കാം. റൈറ്റ്. എന്ത് ചെയ്താൽ മതി? വൈഷ്ണവിയുടെ പടം കാണുന്നുണ്ട്, പക്ഷെ വ്യക്തമല്ല. എന്ന് പറയാം, എങ്ങനെയാ വരച്ചത്? ഏതാ? താഴോട്ട് കൂടി
ആ സ്ക്വയറിന്റെ തന്നെ താഴെ 3 വരയിട്ട് വേറൊരു സ്ക്വയർ വരച്ചാ കഴിയും സർ? അല്ല, നമ്മളിപ്പം നോട്ട്ബുക്കില് അല്ലെങ്കിൽ പേപ്പറിന്റെ ഒരു മൂലയ്ക്ക് വരച്ചാൽ പോരെ? കാര്യം മനസ്സിലായോ? 3 വരകളെ ഉപയോഗിക്കാവൂ, എന്നാൽ എന്ത് വരയ്ക്കുകയും വേണം? സ്ക്വയർ വരയ്ക്കുകയും വേണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 വരകൾ എവിടെ വരയ്ക്കുക? ആ ഒരു നോട്ട്ബുക്കിന്റെ അഗ്രഹത്തിലേക്ക് വരയ്ക്കുക, എഡ്ജിലേക്ക് വരയ്ക്കുക. സ്ക്രീൻ കാണിക്കാം, നോക്ക്, കാണാൻ പറ്റുന്നു നോക്കുക. കണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. അതാ നോട്ട്ബുക്കിന്റെ അല്ലെങ്കിൽ പേപ്പറിന്റെ ഒരു കോർണറുമായിട്ട് ചേർത്ത് ഞാൻ വരച്ചിരിക്കുക. കണ്ടോ? നോട്ട്ബുക്കിന്റെ ഒരു സൈഡിൽ രണ്ട് വര കൊണ്ട് ഒരു സ്ക്വയർ വരയ്ക്കാം. വരച്ചു സർ. വരച്ചു സർ. വരച്ചു സാർ. വരച്ചു സാർ. വരച്ചു സാർ. വരച്ചു സാർ. വരച്ചു സാർ. വരച്ചു സാർ. മറ്റൊരു മൂലയിലേക്ക് ഒരു കോർണർ ചേർത്ത്, ബുക്കിന്റെ ഒരു കോർണർ ചേർത്ത് വരയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തും ചെയ്യാം? രണ്ട് സ്ക്വയറിനെ നമുക്ക് കാണിക്കാൻ പറ്റും. സ്ക്രീനിൽ നോക്കിയാൽ മതി. രണ്ട് വര കൊണ്ടും ഞാനൊരു സ്ക്വയർ കാണാം. ഇത് ഈ ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും വിഷമിച്ചു പോയാനെ അല്ലേ? രണ്ട് വര കൊണ്ടൊരു സ്ക്വയർ വരയ്ക്കാമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ സാറേ ചോദ്യം തെറ്റാണോ നിങ്ങൾ എന്നോട് ചോദിച്ചത്. പക്ഷെ ഞാൻ ക്രമത്തിൽ വന്നപ്പോ നിങ്ങൾക്ക് അത് ആലോചിക്കാൻ പറ്റി അല്ലെ? 4 ലൈൻ വെച്ച് വരച്ചു, 3 ലൈൻ വെച്ച് വരച്ചു, അതിനെ തുടർന്ന് 2 ലൈൻ വെച്ചും നിങ്ങൾ എന്ത് വരച്ചു? സ്ക്വയർ വരച്ചു. അപ്പോൾ ഒരു പേപ്പറിലോ ഒരു ബോർഡിലോ ഒക്കെ നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ്. 4 ലൈൻ വെച്ച് വരയ്ക്കാം. നടുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഒരു സൈഡിലോട്ട് ചേർത്ത് വരച്ചാൽ 3 വരകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ക്ലാസ്സിൽ നിങ്ങൾ സ്ട്രെങ്ത് ഒക്കെ എഴുതുമ്പോൾ, ഏറ്റവും മുകളിൽ സ്ട്രെങ്ത് ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഇങ്ങനെ നമുക്ക് എഴുതാം, തിരിച്ചിങ്ങനെ വേണമെങ്കിലും. ഓക്കെ, മറ്റൊരു ചോദ്യം കൂടി അതിന്റെ തൊട്ട് താഴെ 4ാമത്തെ ചോദ്യമായ ചോദ്യം. ആ ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. x minus a into x minus b into x minus c into etc etc x minus z വരെ ഞാൻ വിളിക്കുന്നു. ശ്രദ്ധിക്കുക, x minus a into x minus b into etc etc x minus z വരെ ഞാൻ വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? 0. 0. കറക്റ്റ്. പേരെന്ന് പറഞ്ഞേ? മാനസ്. മാനസ്, മിടുക്കൻ, കൊള്ളാം. എങ്ങനെയാണ് മാനസ് 0 എന്നുള്ള ഉത്തരം കിട്ടിയത്? എല്ലാം വെട്ടും. എങ്ങനെ വെട്ടി? മനസ്സിലായില്ല. എക്സും കൂടെ വെട്ടും, വൈയും വെട്ടും, അങ്ങനെ. അല്ല, ഇവിടെ വൈ ഇല്ലല്ലോ. എന്താ വൈ എന്ന് പറഞ്ഞത്? ഉത്തരം ശരിയാണ്, അത് കണ്ടുപിടിച്ച രീതിയാണ് നമ്മൾ ചോദിക്കുന്നത്. ഉത്തരം ശരിയാണ്, 0 ആണ്. എങ്ങനെയാണ് 0 എന്നുള്ള ആൻസർ വരുന്നതെന്നാ ചോദ്യം. മനസ്സിൽ കേൾക്കാം? എക്സിന്റെ കൂടെ എല്ലാം കളയും, എക്സ് എല്ലാം കളയും, എന്നിട്ട് വൈ എ ബി സി ഡി അത് എല്ലാം കൂടെ കൂട്ടുമ്പോ 0. ഓക്കെ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എന്നാലും പറയാനുള്ള ശ്രമം കൊള്ളാം. ഇപ്പൊ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഒരു ടേമാണ്, എക്സ് മൈനസ് ബി ഒരു ടേമാണ്, അല്ലെങ്കിൽ ഒരു പദമാണ്. ഇങ്ങനെ പോകുമ്പോൾ ഒരു സമയത്ത് എന്തുണ്ടാവും? എക്സ് മൈനസ് എക്സ് വരില്ലേ? ഇങ്ങനെ എഴുതി പോകുമ്പോൾ ഒരു സമയത്ത് എന്തുണ്ടാവും? എക്സ് മൈനസ് എക്സ് അല്ലേ? എക്സ് മൈനസ് എക്സ് എന്താ? 0. 0 കൊണ്ടൊരു നമ്പർ കറക്റ്റ്. അപ്പോ ഈ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനകത്ത് ഒരു നമ്പർ 0 ആയാൽ പിന്നെ പറയണ്ട, ആൻസർ 0 അല്ലെ? ഇത്രയും നമ്പറിന്റെ പ്രോഡക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അതിലെ ഒരു നമ്പർ 0 ആയാൽ പ്രോഡക്റ്റ് എന്താവും? 0 ആവും. അപ്പൊ ഒരു നമ്പർ 0 ആവുന്നത് കാണിക്കാനാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇത് എഴുതി പോകുമ്പോൾ ഒരു സമയത്ത് എന്തുണ്ടാവും? എക്സ് മൈനസ് എക്സ് എന്ന് വരും അല്ലെ? എക്സ് മൈനസ് എക്സ് എത്രയാണ്? 0 അല്ലെ? അപ്പൊ ആ പ്രോഡക്റ്റ് മൊത്തം എന്തായി മാറി? 0 മാറി. അപ്പൊ നമുക്ക് ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഇടയ്ക്ക് പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞു. ടീച്ചർ ആ പ്രോഗ്രാമിന് പങ്കെടുക്കേണ്ട ആൾക്കാരുടെ പേര് വിളിക്കും.
നമുക്ക് ആ പ്രോഗ്രാം കൂടെ കണ്ടിട്ട് തിരിച്ചു ബാക്കിയിലേക്ക്. ഇപ്പം ഇടവേളയ്ക്ക് വേണ്ടി നമുക്ക് ചെറിയൊരു പ്രോഗ്രാമിലേക്ക് പോവാം. ഗണിതത്തിന്റെ മനോഹാരിത വ്യക്തമാക്കുന്ന ഒരു വഞ്ചിപ്പാട്ടുമായി ആദിത്യ ഹരി 8D. കൂട്ടുകാരെ വന്നിടുവാൻ പാട്ടുപാടി പഠിച്ചിടാം, കൂട്ടുചേർന്നു ഗണിതത്തെ പാട്ടിലാക്കിടാം. കൂട്ടുകാരെ വന്നിടുവാൻ പാട്ടുപാടി പഠിച്ചിടാം, കൂട്ടുചേർന്നു ഗണിതത്തെ പാട്ടിലാക്കിടാം. ഓദിത്തിത്താരാദിത്തിത്തേരിത്തേതകതീതേതും, ഓദിത്തിത്താരാദിത്തിത്തേരിത്തേതകതീതേതും. മൂന്നു വശം മൂന്നു മൂല ഉള്ള രൂപം ത്രികോണം, നാലു വശം ഉള്ള രൂപം ചതുർഭുജങ്ങൾ. മൂന്നു വശം മൂന്നു മൂല ഉള്ള രൂപം ത്രികോണം, നാലു വശം ഉള്ള രൂപം ചതുർഭുജങ്ങൾ. ഓദിത്തിത്താരാദിത്തിത്തേരിത്തേതകതീതേതും. എതിർവശം തുല്യമായ ചതുർഭുജം ചതുരവും, നാലു വശം തുല്യമായ സമചതുരം. ഓദിത്തിത്താരാദിത്തിത്തേരിത്തേതകതീതേതും, ഓദിത്തിത്താരാദിത്തിത്തേരിത്തേതകതീതേതും. ചതുരത്തിൽ 4 കോണുകളുമുണ്ട്, പിന്നെ അവ എല്ലാ കോണുകളും മട്ട കോണുകളാണേ. ചതുരത്തിൽ 4 കോണുകളുമുണ്ട്, പിന്നെ അവ എല്ലാ കോണുകളും മട്ടക്കോണുകളാണേ. ഓദിത്തിത്താരാദിത്തിത്തേരിത്തേതകതീതേതും. 5 വശം ഉള്ള രൂപം പഞ്ചഭുജമല്ലോ, പിന്നെ 6 വശമായാൽ അവ ഷഡ്ഭുജങ്ങളും. ഓദിത്തിത്താരാദിത്തിത്തേരിത്തേതകതീതേതും, ഓദിത്തിത്താരാദിത്തിത്തേരിത്തേതകതീതേതും. 7 വശം ഉള്ള രൂപം ഷഡ്ഭുജം എന്ന പേര്, അഷ്ടഭുജമായാൽ 8 വശങ്ങളാണേ. ഓദിത്തിത്താരാദിത്തിത്തേരിത്തേതകതീതേതും, ഓദിത്തിത്താരാദിത്തിത്തേരിത്തേതകതീതേതും. വശങ്ങളില്ലാത്ത രൂപം വൃത്തമെന്ന പേരിലാണ്, വശങ്ങൾ ആനന്ദമാണ് എന്നും പറയാം. ഓദിത്തിത്താരാദിത്തിത്തേരിത്തേതകതീതേതും, ഓദിത്തിത്താരാദിത്തിത്തേരിത്തേതകതീതേതും. ഓദിത്തിത്താരാദിത്തിത്തേരിത്തേതകതീതേതും. നന്ദി. പ്രതാപ് സാർ, ഇനി പ്രോഗ്രാം ആണോ? Okay. Next program, presented by Muhammad. Respected teachers, sir, and my dear friends, good afternoon to all. Today we are celebrating our mathematics club inauguration. I am from 8th standard 8th D. Mathematics is the study of numbers, shapes, and patterns. The word comes from the Greek mathma, meaning science, knowledge, or learning, and is sometimes shortened to maths. The short words are often used for arithmetic, geometry, or simple algebra by the students. Mathematics is useful for solving problems that occur in the real world. So many people besides mathematicians study and use mathematics. Today, some mathematics is needed in many jobs. People working in business, science, engineering, and construction need some knowledge of mathematics. Some people love mathematics, some people hate mathematics. I love mathematics very much because mathematics is a fun subject and simple. Let's begin the fun. Thank you all. Okay. Okay. ടീച്ചറെ, അപ്പോൾ ഒരു സെഷൻ കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് അടുത്തതിനകത്ത് വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് രസകരമായ മറ്റൊരു 1-2 കാര്യങ്ങളിലേക്ക് പോകാം. അല്ലേ, ഇതിൽ 9ാം ക്ലാസ്സിലെ കുട്ടികളുണ്ടാവും, അല്ലേ, 10ലെ കുട്ടികളൊക്കെ ഉണ്ടാവും.
അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ കാര്യം 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ ചില നമ്പേഴ്സിന്റെ ഡെസിമൽ ഫോം തന്നിട്ടുണ്ട് അല്ലെ, 0.111. ഇതിന്റെ ഫ്രാക്ഷൻ ഈ നമ്പറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ ഡെസിമലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ നമ്പേഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്? ഇവിടെ ചില ഡെസിമൽസ് കാണാം അല്ലെ, 0.111. ആ ഡെസിമൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇങ്ങനത്തെ നമ്പേഴ്സ് നമ്മൾ എന്താ പറയുന്നത്? നോക്കുന്നുണ്ടോ? 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടാവുമല്ലോ അല്ലേ? അവർക്ക് പറയാൻ പറ്റും. 9ാം ക്ലാസ്സുകാർ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലെ. 2ാമത്തെ ചാപ്റ്റർ പഠിച്ചെങ്കിൽ അറിയാം. 10ാം ക്ലാസ് പറയാം. പ്രൈമാണ്. അത് 1 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യും അല്ലെ. നമ്പർ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അന്ന് 9ാം ക്ലാസ് റക്കറിംഗ് ഡെസിമൽ എന്നാണ് അല്ലെ. റക്കറിംഗ് ദശാംശ സംഖ്യകൾ അല്ലെ, ആവർത്തിക്കുന്നതുമായിട്ടുള്ള ദശാംശ സംഖ്യ. അപ്പൊ അല്ലെ 0.111, 0.242424, 0.137, ഇതിന്റെ ഡെസിമൽ കാണാൻ അല്ലെങ്കിൽ ഇതിന്റെ ഫ്രാക്ഷണൽ ഫോം കാണാൻ ഒരു എളുപ്പ വഴി. ഓക്കെ, ആ എളുപ്പ വഴിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനില് ഏത് ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 1. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെ? 1 എന്ന് മാത്രം ആവശ്യം പോലെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും അല്ലെ. അങ്ങനെ വന്നാൽ ഇതിന്റെ ഡെസിമൽ എന്ന് പറയുന്നത് 1/9 ആയിരിക്കും. റിപ്പീറ്റ് ചെയ്യുന്ന ഡെസിമല് മുകളിൽ എഴുതുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ മുകളിൽ എഴുതുക. ഡിനോമിനേറ്ററിൽ എപ്പോഴും 9 കൊടുക്കുക. ഡിനോമിനേറ്ററിൽ എന്ത് കൊടുക്കുക? 9 കൊടുക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 1/9. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ റെക്കർ ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 and 4. റെക്കർ ചെയ്യുന്നത് കറക്റ്റ് 2ഉം 4ഉം ആണ് അല്ലെ. 2ഉം 4ഉം റെക്കർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഫ്രാക്ഷൻ എഴുതാൻ വളരെ എളുപ്പമാണ്. റെക്കർ ചെയ്യുന്ന നമ്പർ ന്യൂമറേറ്റർ ആയിട്ട് എഴുതും. റെക്കർ ചെയ്യുന്ന നമ്പർ ഏതാ? 24 അല്ലെ. അത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതും. എത്ര ഡിജിറ്റ്സ് ഉണ്ട്? അപ്പോ 2, 4 ആകുമ്പോ എത്ര ഡിജിറ്റ്സ് ആയി? 2. 2 ഡിജിറ്റ്. അപ്പൊ താഴെ 99. താഴെ 99. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറയാം. 137/999. 170. പറഞ്ഞു. 137 by. കറക്റ്റ്. ബാക്കി ഇവിടെ ബൈ 999. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ റെക്കർ ചെയ്യുന്ന ഓരോ ഡിജിറ്റിന് വേണ്ടി ഓരോ 9 കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു ഡിജിറ്റ് റെക്കർ ചെയ്യുന്നു. ആ റെക്കർ ചെയ്യുന്ന ഡിജിറ്റ് ന്യൂമറേറ്റർ എഴുതുക, ന്യൂമറേറ്ററിൽ. സെക്കൻഡ് പ്രോബ്ലത്തില് 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ആ ഡിജിറ്റ്സ് എഴുതുക, അതിന്റെ താഴെ 99 എന്ന് വിളിക്കും. തേർഡ് പ്രോബ്ലത്തില് 3 ഡിജിറ്റ്സ് റെക്കർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റെക്കർ ചെയ്യുന്ന ഡിജിറ്റ്സ് എടുത്ത് എഴുതുക, അതിന്റെ താഴെ 999. 3 9. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത്? 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവര് ഇനി 2ാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറുമായിട്ടൊക്കെ ചർച്ച ചെയ്യണം. ഇത് ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിൽ 9th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട്? രസകരമാണോ? എഴുതാൻ പറ്റുന്നുണ്ടോ? അതെ സർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആലോചിക്കാൻ വേണ്ടിയുള്ള പ്രശ്നം. മറ്റേതൊക്കെ 9ാം ക്ലാസ് പഠിച്ചവർക്കേ പറയാൻ പറ്റും, ശരിയാണ്. ഇതങ്ങനൊന്നുമില്ല, എല്ലാ ക്ലാസ്സുകാർക്കും പറയാൻ പറ്റുന്ന പ്രശ്നം. ഓക്കെ,
8ാം ക്ലാസ്സുകാർക്കും 9ാം ക്ലാസ്സുകാർക്കും 10ാം ക്ലാസ്സുകാർക്കും എല്ലാം ശ്രമിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഇപ്പൊ ഇവിടെ സാറ് കുറെ ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഈ നമ്പേഴ്സ് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത 3 നമ്പർ റൈറ്റ് ദി നെക്സ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. 10ാം ക്ലാസ്സുകാർക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ട് അവർ ചില കണക്കുകൾ പെട്ടെന്ന് പറയും. പക്ഷെ എല്ലാ കണക്കൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും എല്ലാവരും ഒന്ന് ശ്രമിച്ചേ. ഒരു നോട്ട്ബുക്കിലോ പേപ്പറിലോ എല്ലാത്തിന്റെ ആൻസർ എഴുതി നോക്കിക്കുക. One, 2, 3, 4 ഇങ്ങനെ എഴുതിയാൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് 3 നമ്പേഴ്സ്? 5, 6, 7. 5, 6, 7. 5, 6, 7. 5, 6, 7. 5. ഉണ്ടോ? ഏതാ? സെക്കൻഡ് ഫസ്റ്റ് 26. നമ്മൾ പറഞ്ഞേ കേട്ടില്ല. 25. 26. അല്ല അതല്ല 1 2 3 4 എന്താ 23. 3 4 എന്ന് പറയുന്ന നമ്പർ എന്താ പ്രത്യേകത? സെക്കൻഡില് 25. Natural numbers. Natural numbers. 1 2 3 4 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. റൈറ്റ്. 1 2 3 4 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. കറക്റ്റ്. അടുത്ത രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ 1 4 9 16. ആ നമ്പേഴ്സ് ഒന്ന് സൂക്ഷിച്ച് നോക്കുക. എന്ത് പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കുക. അടുത്ത 3 നമ്പർ പറയും. 23, 41, 89. 25, 33, 32, 45. 25 36 49. 25 36 49. ഓക്കെ ഗുഡ്. 25 36 49. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. യെസ് സാർ ക്വസ്റ്റ്യൻ കാണുന്നില്ല. കാണിക്കാം. ഒന്നുകൂടെ ഷെയർ ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. SMTW ഇത് നോക്കിയിട്ട് അടുത്ത നമ്പർ എന്താണ്? SMTW അങ്ങനെ വന്നാൽ അടുത്ത എന്താണ്? ഇതുപോലെ പരീക്ഷകളൊക്കെ എഴുതാൻ പോകുമ്പോൾ അവിടെ എല്ലാം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോ ഈ സീക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കി അടുത്ത നമ്പർ പറയും. അതാണ് ചോദ്യം. അടുത്ത നമുക്ക് 3 എണ്ണം പറയണം. ഓക്കെ, T. T Q. F. T. F. F. എങ്ങനെയാണ് പാറ്റേൺ മനസ്സിലായി? എന്താണ് ആ പാറ്റേൺ എന്ന് പറയാം? വീക്സിന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ്. ഏതിന്റെ? വീക്സിന്റെ അല്ലല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണോ നോക്കുന്നേ? 3 അതന്നെ. വീക്സ് ആണ്. ഓക്കെ, പേര് കേട്ടില്ല. ഓക്കെ, അപ്പൊ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ വരുന്ന ഡേയ്സ് ഏതൊക്കെയാണ്? തേഴ്സ്ഡേ, ഫ്രൈഡേ, Saturday. യെസ് കറക്റ്റ്. TF എന്ന് പറഞ്ഞ് നമുക്ക് എഴുതിക്കോ. റൈറ്റ്, TFS എന്ന് പറഞ്ഞ് എഴുതിക്കോ. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. January, February, March, April, May, ഗുഡ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ തുടർന്ന് വരുന്ന മാസം നമുക്ക് പറയാൻ പറ്റും മെയ്, ജൂൺ, ജൂലൈ. അപ്പൊ
അതിന്റെ 3 അക്ഷരങ്ങൾ എഴുതിയാൽ മതി. എം ജെ ജെ. റൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. Sir, 8. ആ 8. ആ 8. നമ്പർ 8 12. ആണ്. 18. 30. 30. 13. 13. എല്ലാവർക്കും വേണ്ടി ആൻസർ സ്ക്രീനിൽ കാണിക്കാം. പരിചയമില്ല, അതുകൊണ്ട് ഒന്നുകൂടെ പറയാം. ഓക്കെ, ആദ്യം എഴുതിയിരുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോ 1 2 3 4 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാ? 5 6 7. രണ്ടാമത് എഴുതിയിരുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. 1 4 9 16. അപ്പൊ അടുത്ത നമ്പർ ഏതാണ്? 25 36 49. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡേയ്സ് ഓഫ് എ വീക്ക് ആണ്. ദാറ്റ് ഈസ് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. അപ്പം നെക്സ്റ്റ് തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. ഗുഡ്. അടുത്തത് മന്ത്സ് ഓഫ് എ ഇയർ ആണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. തുടർന്ന് വരുന്നത് മെയ്, ജൂൺ, ജൂലൈ. ഓക്കെ, അടുത്ത സീക്വൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക, അതത്ര പരിചയമില്ല. അപ്പൊ ആദ്യം വരും അല്ലെ? 1 1 2 3 5. അപ്പൊ ആ സീക്വൻസിന്റെ പ്രത്യേകത നോക്കിയാട്ടോ. ആദ്യത്തെ 2 നമ്പർ ഒന്ന് ആഡ് ചെയ്തേ. ആദ്യത്തെ 2 നമ്പർ ആഡ് ചെയ്താൽ 2. 1 ഉം 2 കൂടെ അല്ലല്ല 3. 1 and 2 3. ഫസ്റ്റ് 1 1 കൂടെ ആഡ് 1 and 2 3. 3 അല്ലേ? അടുത്തത് 2 3 കൂടെ ആഡ് 5. അടുത്തത് 3 5 കൂടെ ആഡ് 8. 8. 8 കൂടെ ആഡ് 13. അടുത്തത് 18 13 കൂടെ ആഡ് ചെയ്യാം 21. യെസ്, കറക്റ്റ്. ഈ സീക്വൻസിന് ഒരു പ്രത്യേക പേരുണ്ട്. ഇത് ചെടികളിലെ ഇലകളൊക്കെ വരുന്നതിനെ കുറിച്ചുള്ള ഒരു ഓർഡർ പറയുന്നുണ്ട്. ചില പ്രത്യേക സയന്റിഫിക് ആയിട്ടുള്ള ചില റീസൺസ് ഒക്കെ ഇതിന് പറയുന്നുണ്ട്. ഇതിനൊരു പ്രത്യേക പേരുണ്ട്. ഫിബൊനാച്ചി സീക്വൻസ് എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ ഇതിനെ കുറിച്ചൊക്കെ വീണ്ടും പഠിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ സീക്വൻസസ്, ഈ കാര്യങ്ങൾ നന്നായി പഠിക്കാമെങ്കിൽ നിങ്ങൾ LSSന്റെ പരീക്ഷ, USSന്റെ പരീക്ഷ, അല്ലെങ്കിൽ NTSC എക്സാം, മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ധാരാളം വരും അല്ലെ? ലുക്ക് അറ്റ് ദി പാറ്റേൺ ആൻഡ് റൈറ്റ് ഡൗൺ ദ നെക്സ്റ്റ്, അല്ലെങ്കിൽ ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്, അല്ലെങ്കിൽ ഫൈൻഡ് ദ റോങ് നമ്പർ ഇൻ ദി സീക്വൻസ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒത്തിരി പരീക്ഷകളിലൊക്കെ കാണാം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും. എപ്പോഴെങ്കിലും ഒക്കെ ചില ബുക്കുകളൊക്കെ എടുത്തു വെച്ച് ഇതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത നിങ്ങളുടെ കൂട്ടുകാരുടെ പെർഫോമൻസ് കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരും. ഓക്കെ ഓക്കെ സർ. കൂട്ടുകാർ ആരൊക്കെയാണ്? ഓക്കെ, ഞാൻ വിളിക്കട്ടെ. പോളിഗൺസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു സെമിനാർ അവതരിപ്പിക്കുന്നു സാന്ദ്ര MS 10D. Good afternoon all. My name is Sandra. എൻ്റെ സെമിനാറിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് പോളിഗൺസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പോളിഗൺ എന്ന്. വാട്ട് ഈസ് എ പോളിഗൺ? എ പോളിഗൺ ഈസ് എ ക്ലോസ്ഡ് ഫിഗർ മെയ്ഡ് ബൈ ജോയിനിങ് ലൈൻ സെഗ്മെന്റ്സ്. കുറെ ലൈൻ സെഗ്മെന്റ്സ് ജോയിൻ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ് പോളിഗൺ. ഈ ലൈൻ സെഗ്മെന്റ്സ് നമ്മൾ സൈഡ്സ് എന്ന് പറയും. 3-sided polygon is triangle, 4-sided polygon is quadrilateral, 5-sided polygon is pentagon, 6-sided polygon is hexagon, and so on. There are regular polygons and irregular polygons. Regular polygons are polygons with sides of equal length and angles of equal measure. സൈഡ്സിന്റെ ഒരേ ലെങ്തും ആംഗിൾസിന് ഒരേ മെഷറുമായിട്ട് വരുന്ന പോളിഗണിനെയാണ് നമ്മൾ റെഗുലർ പോളിഗൺസ് എന്ന് പറയുന്നത്. പോളിഗൺസ് ദാറ്റ് ആർ നോട്ട് റെഗുലർ, റെഗുലർ അല്ലാത്ത പോളിഗൺസിനെ നമ്മൾ ഇറഗുലർ പോളിഗൺസ് എന്നും പറയും. നെക്സ്റ്റ് എ ക്വസ്റ്റ്യൻ.
Are these regular polygons? ഈ ഫിഗറിൽ കാണുന്നത് regular polygons ആണോ? No, these are not regular polygons because these sides are all different lengths and angles are different. ഈ ഫിഗറിലെ സൈഡ്സിന്റെ ലെങ്ത് ഡിഫറൻറ്റും ആംഗിൾസിന്റെ ലെങ്തും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് this figure is not regular polygons. Next, three-sided polygon is triangle. Three-sided ആയ ഒരു പോളിഗണിനെ നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നു. The sum of the angles of the triangle is 180. അതിന്റെ ആംഗിൾസിന്റെ സം 180 ആണ്. On the basis of sides, triangles are divided into three. Basis of സൈഡ്സിന്റെ ബേസിസിൽ ട്രയാങ്കിൾസിനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, സ്കലൈൻ ട്രയാങ്കിൾ. Equilateral triangle. 3 sides and 3 angles are equal. Equilateral triangle-ന്റെ 3 സൈഡ്സും 3 ആംഗിൾസും ഈക്വൽ ആണ്. 1 angle is 60 degree. ഒരു ആംഗിൾ 60 ഡിഗ്രിയുമാണ്. അതിന്റെ സം ഓഫ് ദ ആംഗിൾസ് 180 ആണ്. Next, isosceles triangle. A triangle having 2 sides of equal length. Isosceles triangle-ന്റെ 2 സൈഡ്സും 2 ആംഗിൾസും ഈക്വൽ ആണ്. Next is scalene triangle. A triangle having 3 sides of different lengths. Scalene triangle unequal sidesum unequal angles ആണ്. സൈഡ്സും ആംഗിൾസും ഈക്വൽ അല്ല. On the basis of angles, triangles are divided into 3. ആംഗിൾസിന്റെ ബേസിസിൽ ട്രയാങ്കിളിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. Right triangle, acute triangle, obtuse triangle. First, right triangle. A triangle having a right angle. One angle is 90 degree. ഒരു ട്രയാങ്കിളില് 90 ഡിഗ്രി ആംഗിൾ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. Next is acute triangle. A triangle having 3 acute angles. 3 acute angles ഉള്ള ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ അത് acute triangle ആയിരിക്കും. Next is obtuse triangle. A triangle having an obtuse angle. ഒരു obtuse angle ഉള്ള ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ അത് obtuse triangle ആയിരിക്കും. Next, 4-sided polygon is quadrilateral. അതിന്റെ sum of the angles is 360. Parallelogram, rectangle, rhombus, square, trapezium. These are 4-sided polygon. First is rectangle. It having all right angles. അതിന് എല്ലാം right angles ആണ്. Sum of the angles 360 ആണ്. Shape of a rectangle. Next is square. It is a 4-sided polygon having equal length and right angles. അതിന്റെ എല്ലാ വശങ്ങളും ഈക്വൽ ലെങ്ത് ആയിരിക്കും, എല്ലാം റൈറ്റ് ആംഗിൾസും ആയിരിക്കും. The sum of the angles is 360. Next is parallelogram. It is a 4-sided polygon with 2 pairs of parallel sides. And 2 pairs parallel sides ആയിരിക്കും. അതിന്റെയും sum of the angles 360 ഡിഗ്രി ആയിരിക്കും. Next is rhombus. It is also a 4-sided polygon having all 4 sides of equal lengths. അതിന്റെയും 4 സൈഡ്സും ഈക്വൽ ലെങ്ത് ആയിരിക്കും. Sum of the angles 360. Next is 5-sided polygon, that is pentagon. 5-sided side ഉള്ള ഒരു പോളിഗണിനെ നമ്മൾ പെന്റഗൺ എന്ന് പറയുന്നു. The sum of the angles of a pentagon is 540. Next is hexagon. A 6-sided polygon is hexagon. The sum of the angles is 720. Next is heptagon. A 7-sided polygon is heptagon. The sum of the angles is 900. Next is octagon, an 8-sided polygon. The sum of the angles is 1080 degree.
Next is a circle. A circle is a polygon? No. A circle is the collection of points. The fixed point is called a center. Circle fixed point ഇനെയാണ് നമ്മൾ center എന്ന് പറയുന്നത്. Distance from the center of a circle to a point on the circle is radius. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന വരയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ആ റേഡിയസിന്റെ ഡബിളിനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. റെഗുലറും ഇറഗുലറും പോളിഗൺസിനെ പോലെ നമ്മുടെ പോളിഗൺസ് വിവിധ തരമായി തിരിച്ചിട്ടുണ്ട്. സിമ്പിൾ ഓർ കോംപ്ലക്സ് പോളിഗൺസ് ഓർ കോൺകേവ് ആൻഡ് കോൺവെക്സ് പോളിഗൺ, അങ്ങനെ വിവിധ തരമായി തിരിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഓൾ. സാർ എന്ത് വേണം? പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യണോ? ഒരു സെഷനും കൂടെ ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് പ്രോഗ്രാം, a speech about the great mathematician Euclid, presented by Devananda S. Pillai, 8D. Good morning, friends. Good afternoon, friends. I am Devananda S. Pillai of class 8D. Today, what we're going to do is to know more about a mathematician. Well, we all know about different mathematicians from India as well as from different parts of our world. So today, let's dive into the pool of a mathematician, and he is Euclid. I am sure that you have heard about him. He is known as the father of geometry or the founder of geometry. He is considered to be the greatest mathematician of all time. Friends, do you know about what are his specialities? I mean, what did he find out? He is very famous in the case of geometry, and he has written a book that is The Elements, which is considered as the Bible of mathematics. This book can be considered as the most successful or the most referred mathematics book of all time. Even if he is so famous and beloved, we don't have much information about his life. He was born in Egypt, but we don't know the exact year he was born. It's believed that he was born in 325 BC, which is an approximate count. Friends, do you know about Abraham Lincoln, the 16th US president? He was fascinated by the works of Euclid and has mastered 6 books of Euclid as well. Friends, the present-day mathematics is descended from the past, and Euclid has contributed a major part to it. So it's time to honor all the mathematicians in the world. Thank you. Okay, sir. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെഷന്റെ ബാക്കിയിലേക്ക് വരാം. നിങ്ങൾ എല്ലാവരും ക്ലബിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ മിടുക്കരായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. വളരെ സന്തോഷം. ഓക്കെ ഓക്കെ നമ്മള് ചെറിയ ചില ഷോർട്ട് കട്ടുകളാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കണക്ക് പഠിക്കുമ്പോൾ കണക്ക് രസകരമാകാനും അല്ലെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനുമുള്ള 2-3 ട്രിപ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ, ഇഷ്ടമുള്ള ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ 36 × 5. ഓക്കെ, ഇത് മനസ്സിൽ ചെയ്യണം. നമ്മൾ എല്ലാം എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, എല്ലാം മെന്റലായിട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിനൊരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പറിന്റെ പകുതി എടുക്കുക. ടേക്ക് ഹാഫ് ഓഫ് ദി നമ്പർ ടു ബി മൾട്ടിപ്ലൈ അല്ലെ. 36ന്റെ പകുതി എടുക്കുക. എന്താ 36ന്റെ പകുതി? ഹാഫ് ഓഫ് 36 80 അല്ലെ. അതിന്റെ കൂടെ ഒരു 0 കൂടി ചേർക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, 1226 × 5. 1226 × 5. അത് ചെയ്യാൻ എളുപ്പ വഴി അതാണ് പറയുന്നത്. മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പറിന്റെ പകുതി എടുക്കുക. 1226ന്റെ ഹാഫ് എടുക്കുക. 12ന്റെ പകുതി എത്രയാ? 6 അല്ലെ. 26ന്റെ പകുതി എത്രയാ? 13. സോ 1226ന്റെ പകുതി എത്ര വരും? 613. അപ്പൊ അതിന്റെ കൂടെ എന്തുകൂടെ കൊടുക്കുക? ഒരു 0 കൂടെ ചേർക്കുക. റൈറ്റ്. അപ്പൊ ഈ 2 എക്സാമ്പിൾസ് ഒന്നുകൂടെ മനസ്സിലാക്കിക്ക്. ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ടേക്ക് ഹാഫ് ഓഫ് ദി നമ്പർ ആൻഡ് പുട്ട് എ 0.
നമ്പറിന്റെ പകുതി എടുത്തിട്ട് ഒരു 0 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 16 into 5 എങ്ങനെ ചെയ്യും? 16ന്റെ ഹാഫ് എടുക്കുക. 16ന്റെ ഹാഫ് എന്നോട് 0 റൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 246 into 5 120. 1230. 1230. കറക്റ്റ്. അപ്പൊ എത്ര ഫാസ്റ്റ് ആയി? ഇതാണ് നമ്മൾ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ബൈ 5ന്റെ പ്രൊഡക്റ്റ്. ഏത് നമ്പറെയാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ നമ്പറിനെ ഹാഫ് എടുക്കുക, അതിന്റെ കൂടെ എന്തുകൂടെ ചേർക്കുക? ഒരു 0 കൂടെ ചേർക്കുക. ഓക്കെ, ഇതേപോലെ എന്ന് പറയാം. 25 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. 25. ഓക്കെ, നോക്കാം. 36 into 25 നോക്കാം. 36 into 25 മൾട്ടിപ്ലൈങ് എ നമ്പർ ബൈ 25 ആണ് നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. 36ന്റെ 25 മൾട്ടിപ്ലൈ പറഞ്ഞാൽ 36ന്റെ ഹാഫിന്റെ ഹാഫ് എടുക്കുക, 2 times ഹാഫ് എടുക്കുക, അല്ലെങ്കിൽ 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എക്സാമ്പിൾ 36 into 25 ആണ്. അപ്പൊ 36ന്റെ ഹാഫ് എത്രയാ? 18 അല്ലേ? Yes, sir. 18 ഹാഫ് എടുക്കുക. 18ന്റെ ഹാഫ് എടുക്കുക. എത്രയാ? 9. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതല്ല എങ്കിൽ 2 times ഹാഫ് എടുക്കുക. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പറിന്റെ ഹാഫിന്റെ ഹാഫ്, അതാണ് ഡിവൈഡഡ് ബൈ 4 എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യുക? 2 0 കൂടെ കൊടുക്കുക. അടുത്തൊരു എക്സാമ്പിൾ കൂടെ കാണുക. 1224 into 25. അപ്പൊ 1224ന്റെ ഹാഫിന്റെ ഹാഫ് എടുക്കുക. എത്രയാണ് 1224ന്റെ ഹാഫ്? 612. അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ 306. 25 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് 2 more zeros, 2 0 കൂടെ കൊടുക്കും. ഓക്കെ, അപ്പൊ അടുത്ത രണ്ടും ഒന്ന് ട്രൈ ചെയ്യാമോ? 16 into 25 ഒന്ന് ട്രൈ ചെയ്യാമോ? 400. 400. കറക്റ്റ്. അടുത്തതോ? 61. ആ, 6,100. അല്ല, 6,100. റൈറ്റ്. അതിന്റെ ഹാഫിന്റെ ഹാഫ് എടുക്കുക, 2 0 കൊടുക്കുക അല്ലേ? 244ന്റെ ഹാഫിന്റെ ഹാഫ്, അല്ലെങ്കിൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 61 അല്ലേ? പിന്നെ എന്ത് ചെയ്യുന്നു? 2 0 കൂടെ കൊടുക്കുക. ഒരു ട്രിക്ക് കൂടെ ഉണ്ട്. 125 ഉണ്ടല്ലോ ഒരു മൾട്ടിപ്ലിക്കേഷൻ, അതും കൂടെ നോക്കാം. കാരണം പാറ്റേൺ സെയിം ആണ്. ഈ പറഞ്ഞ അതേ കാര്യം നോക്കിയാൽ മതി. വാട്ട് ഈസ് 48 into 125? 48 into 125 ഒരു നമ്പറിനെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യണ്ടേ? ഏത് നമ്പറിനെയാണോ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3 0 കൂടെ കൊടുക്കും. ഓക്കെ, അപ്പോ 48 into 125 ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? 48നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 48നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 48നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാ? 6 അല്ലേ? പിന്നെ എന്ത് കൊടുക്കണം? 3 0 കൊടുക്കണം. 3 more zeros. ഓക്കെ, അടുത്തത് 72 into 125. അതെങ്ങനെ ചെയ്യാം? ആ 72ന്റെ 18 എടുക്കുക. 72നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്താ 72നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള ആൻസർ? 9. അതിനെ 3 0 കൊടുക്കും. So it's 9. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 16 into 125 എത്രയാണ്? 2000. കറക്റ്റ്. ആ, മിടുക്കനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്തതിനകത്ത് മിസ്റ്റേക്ക് ആണ്. 512 into 125 ആണ്. 512 into 125. 512 into 125. 64,000. സാറ് കാൽക്കുലേറ്റർ എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. റൈറ്റ്? നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ കണ്ടോ? അതേ ആൻസർ വന്നിരിക്കുന്ന കണ്ടോ? അപ്പൊ നോക്കിക്കേ, കാൽക്കുലേറ്ററിന്റെ ഹെൽപ്പ് ഇല്ലാതെ പോലും നമുക്ക് ഈ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പൊ ഈ ട്രിക്സ് ഉപയോഗിക്കുക അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ബൈ 5, മൾട്ടിപ്ലിക്കേഷൻ ബൈ 25,
മൾട്ടിപ്ലിക്കേഷൻ ബൈ 125. രസകരമായ ഒരു പടം വരയ്ക്കാൻ പോവുകയാണ്. ആ പടം കൂടെ വരച്ച് നമുക്ക് നിർത്താം. ഓക്കെ, ഈ ഫിഗർ കണ്ടോ? കാണുന്നുണ്ടോ? ഈ പടം നമുക്കൊന്ന് വരയ്ക്കണം. 8ാം ക്ലാസ് കഴിഞ്ഞവർക്കൊക്കെ അത് അറിയാം. 8ാം ക്ലാസ്സിൽ ഇത് വരച്ചതാണ്. ഇത് വരച്ച മെത്തേഡാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, എന്തായിരിക്കും ചെയ്ത്, എങ്ങനെയായിരിക്കും വരച്ചത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ പേടിക്കണ്ട, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഫിഗർ എന്ത് ചെയ്യുക, ഒന്ന് വരച്ചു നോക്കുക. നല്ല രസമാണ് വരയ്ക്കാൻ, അതുകൊണ്ടാണ്. ഓക്കെ, ഓർക്കുന്നുണ്ടോ എല്ലാവരും? 9th-ലും 10th-ലും പഠിക്കുന്നവർക്ക് ഓർമ്മ കാണും. 8th-ൽ പഠിക്കുന്നവര് ഇനി പഠിക്കും. പുതിയ 2ാമത്തെ ടെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് അതിൽ ഒരു ഫിഗർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ വരയ്ക്കണ്ട, പിന്നെ സമയം പോലെ വരച്ചിരുന്നാൽ മതി. നോട്ട്ബുക്കിൽ ഒന്ന് വരച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ആ ഫിഗർ വരയ്ക്കുന്ന സ്റ്റെപ്സ് ഒന്ന് കാണിക്കാൻ പോവാണേ. എല്ലാരും സ്റ്റെപ്പ് കാണുന്നുണ്ടോ? അല്ലേ, ഫിഗർ കാണുന്നില്ലേ? കാണുന്നുണ്ട് സാർ. ഓക്കെ, എങ്ങനെയുണ്ട്? പടം വരച്ചത് കണ്ടോ എല്ലാരും? കണ്ടു സാർ. എങ്ങനെയായിരുന്നു പടമൊക്കെ വരച്ചത് ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഈ പടം സമയം പോലെ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലൊന്ന് വരച്ചു നോക്കുക. ഓക്കെ, പടം നോട്ട്ബുക്കില് സമയം പോലെ എല്ലാവരും ഒന്ന് വരച്ചു നോക്കുക. ഓക്കെ, 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പുതിയ ആൾക്കാരെ 8ാം ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, സമയം പോലെ അത് വരച്ചു നോക്കുക. ജിയോമെട്രിക് പാറ്റേൺസ് ആണ്. അത് റോംബസ് ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഫിഗേഴ്സ് ആണ്. ഇതുപോലെ സ്ക്വയർ വെച്ചും ട്രയാങ്കിൾ വെച്ചും ഒക്കെ വരയ്ക്കാൻ പറ്റുന്ന ഒത്തിരി പാറ്റേൺസ് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സമയം പോലെ അതൊക്കെ എടുത്തൊന്ന് വരച്ചു നോക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ ഗണിത ക്ലബിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മിടുക്കരായിട്ട് വളരെ സന്തോഷത്തോടു കൂടി എന്താണ് നമ്മുടെ രാജാവിന്റെ കഥ പറഞ്ഞ പോലെ ഒരിക്കലും മടി കൂടാതെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ നിങ്ങൾ എല്ലാവരും മിടുക്കരായിട്ട് മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സാർ നിർത്തുന്നു. ഇത്രയും നേരം വളരെ സന്മനസ്സോടുകൂടി സാറിനെ കേട്ടതും പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കാണിച്ച ആ മനസ്സിനെ എല്ലാവർക്കും നിറഞ്ഞ ആശംസകൾ. എല്ലാവരും വളരെ നല്ല രീതിയിൽ നല്ല ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ കണക്കിലെ പുതിയ കണ്ടെത്തലുകളുമായി മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.
Thank you. താങ്ക് യു ടീച്ചറെ. അഞ്ജലി ടീച്ചറെ. സാർ ടീച്ചർ പറഞ്ഞോളൂ. ഗണിത പഠനം രസകരമാക്കുന്നതിനുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് വളരെ ക്ഷമയോടുകൂടി കുട്ടികളുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുകയും ചെയ്ത പ്രതാപ് സാറിനോടുള്ള സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും സാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ ആക്റ്റീവായിട്ട് തന്നെ മറുപടി പറയുകയും പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്ത മാത്സ് ക്ലബ്ബ് അംഗങ്ങളായിട്ടുള്ള കുട്ടികൾക്കുള്ള അഭിനന്ദനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതിനോടൊപ്പം ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള മാത്സ് ക്ലബ്ബ് ഇങ്ങനെയുള്ളൊരു പരിപാടി സംഘടിപ്പിച്ച അധ്യാപകർക്ക് അഭിനന്ദനവും ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഈ പരിപാടികളുണ്ടല്ലോ അഞ്ജലി ടീച്ചർ. അഞ്ജലി ടീച്ചർ. ഓക്കെ ടീച്ചർ, പരിപാടികളുണ്ട്. പ്രതാപ് സാറ്, എനിക്ക് പ്രതാപ് സാറിനോട് പറയാനുള്ള ഞങ്ങളുടെ കുട്ടികളുടെ കുറച്ച് പരിപാടികൾ കൂടിയുണ്ട്. അത് സാറ് ഒന്ന് കാണുന്നതിനുള്ള സമയം കണ്ടെത്തണമെന്നുള്ളൊരു വലിയ അഭ്യർത്ഥന കൂടിയുണ്ട്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ, തുടങ്ങട്ടെ. അടുത്തതായിട്ട് നമ്മുടെ സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ വരച്ച് കോർത്തിണക്കി ചേർത്ത ജോമെട്രിക് ചാർട്ടുകളുടെ ഒരു പ്രദർശനമാണ്. നമുക്ക് അതിലേക്കൊന്ന് പോവാം. Okay, next program. A speech about the great mathematician Ramanujan, presented by Navaneet A. Sandeep, 8D. Good morning, my dear teachers and my dear friends. Good afternoon, my dear teachers and my dear friends. Today, I am going to tell you a few words about Ramanujan. Ramanujan was born in 22 December 1887 in a Brahmin
Iyengar, Tamil Brahmin Iyengar family in Erode, Madras Presidency. Madras Presidency. At the residence of his maternal grandparents, his father's name is Kuppaswamy Srinivas Iyengar, and he was from Tanjavur. He is a clerk at a sari shop, and his mother, Komalatammal, was a housewife, and she sang at a local temple. His home was a small traditional house in Sharavanapani, Sarangapani. Okay, Mona Navani. Okay. Next program. ഗണിതം പ്രയാസമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഗണിത പാട്ടുമായി അനന്യ AS 8D. നീയൊന്നു ചെയ്തപ്പോൾ കണക്കിന്റെ കിട്ടിയിട്ട് കിട്ടിയല്ലോ, അയ്യോ കിട്ടിയിട്ട് കിട്ടിയല്ലോ, നീ അയ്യോ കിട്ടിയിട്ട് എല്ലാരും ചെല്ലണം, കണക്കെത്ര അയ്യോ കണക്കെത്ര ടഫാണെന്ന്, എല്ലാരും ചെല്ലണ് കണക്കിത്ര ടഫാണ്, കണക്കിത്ര അയ്യോ കണക്കിത്ര ടഫാണെന്ന്, കുട്ടിയോളും ചൊല്ലണ് ഉമ്മാരും ചൊല്ലണ് ഉത്തരം കിട്ടി, അയ്യോ ഉത്തരം കിട്ടില്ലെന്ന്, കുട്ടിയോളും ചൊല്ലണ് ഉത്തരം കിട്ടില്ലെന്ന്, ഞാനൊന്നു ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം ശരിയായി ആവല്ലോ, എത്ര ശരി കണക്കിനെ കുട്ടിയോള് കണക്കിനെ എന്തിനു ഭയക്കണം, കുട്ടിയോള് കണക്കിനെ കുട്ടിയോള് ഈ കണക്കിനെ ഞാൻ ചെയ്യാനും ആരും പറഞ്ഞിടലേ, ആരും പറഞ്ഞിടലേ, ടെൻഷൻ അടിക്കാതെ മാർക്കൊന്നു വാങ്ങിടണം, സമ്മാനം നേടിയിടണം, അങ്ങനെ സമ്മാനം നേടിയിടണം, എല്ലാരും ചെല്ലണ് കണക്കെത്ര ടഫാണെന്ന്, അയ്യോ കണക്കെത്ര ടഫാണെന്ന്, ഞാനൊന്നു ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം ശരിയായിരുന്നല്ലോ, എത്ര ശരിയായിരുന്നല്ലോ, എല്ലാരും ചെല്ലണ് കണക്കെത്ര എളുപ്പാണെന്ന്, കണക്കെത്ര എളുപ്പാണെന്ന്. താങ്ക് യു ടീച്ചർ.
Next program, a speech about mathematician and their discoveries, presented by Akhtar Ul Mulk. അക്തർ ഉൽ മുൽക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണേ. സുന്ദർ ടീച്ചർ, പ്രതാപ് സാറ് എന്തോ ഇത്തിരി തിരക്കിലുണ്ട്, അർജന്റായി റിലീസ് ചെയ്യണം എന്ന് പറയുന്നത്. ആണോ? ശരി ടീച്ചറെ. നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ ഇന്ന് അർപ്പിതമായിരിക്കുന്നത്. വിളിച്ചപ്പോൾ തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും നമ്മുടെ ഗണിത ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും പ്രയോജനമാകുന്ന രീതിയിൽ രസകരമായ രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്ത നമ്മുടെ ബഹുമാന്യനായ വിശിഷ്ടാതിഥി ശ്രീ പ്രതാപ് സാറിന് എൻ്റെ പേരിലും സ്കൂളിന്റെ പേരിലും ക്ലബിന്റെ പേരിലുമുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഓക്കെ, നമുക്ക് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാം. അക്തർ ഉൽ മുൽക്ക്. അക്തർ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം. പതിപ്പുകളും മാഗസീനുകളും നമ്മുടെ ഇടയിലെ കൊച്ചു കൂട്ടുകാരുടെ സൃഷ്ടികൾ പങ്കുവയ്ക്കുന്നതിനായി ഒരു വീഡിയോ പ്രദർശനം കൂടി. ആദ്യം എണ്ണം ഒന്നാണ്, കൂടയ്ക്ക് കാലൊന്നാണ്, ഒന്നും ഒന്നും രണ്ടാണ്, നമുക്ക് കൈകൾ രണ്ടാണ്, രണ്ടും ഒന്നും മൂന്നാണ്, തേങ്ങയ്ക്ക് കണ്ണുകൾ മൂന്നാണ്, മൂന്നും ഒന്നും നാലാണ്, മീശയ്ക്ക് കാലുകൾ നാലാണ്, നാലും ഒന്നും അഞ്ചാണ്, ഒരു കൈ വിരലുകൾ അഞ്ചാണ്, അഞ്ചും ഒന്നും ആറാണ്, ഈച്ചയ്ക്ക് കാലുകൾ ആറാണ്, ആറും ഒന്നും ഏഴാണ്, ആഴ്ചയിൽ ദിവസങ്ങൾ ഏഴാണ്, ഏഴും ഒന്നും എട്ടാണ്, എട്ട് കാലിക്ക് കാലുകൾ എട്ടാണ്, എട്ടും ഒന്നും ഒമ്പതാണ്, നവരത്നങ്ങൾ ഒമ്പതാണ്, ഒമ്പതും ഒന്നും പത്താണ്, ഇരു കൈ വിരലുകൾ പത്താണ്. ആദ്യം എണ്ണം ഒന്നാണ്, കൂടയ്ക്ക് കാലൊന്നാണ്, ഒന്നും ഒന്നും രണ്ടാണ്, നമുക്ക് കൈകൾ രണ്ടാണ്, രണ്ടും ഒന്നും മൂന്നാണ്, തേങ്ങയ്ക്ക് കണ്ണുകൾ മൂന്നാണ്, മൂന്നും ഒന്നും നാലാണ്, മീശയ്ക്ക് കാലുകൾ നാലാണ്, നാലും
ഒമ്പതാണ്, ഒരു കൈ വിരലുകൾ അഞ്ചാണ്, അഞ്ചും ഒന്നും ആറാണ്, ഈച്ചയ്ക്ക് കാലുകൾ ആറാണ്, ആറും ഒന്നും ഏഴാണ്, ആഴ്ചയിൽ ദിവസങ്ങൾ ഏഴാണ്, ഏഴും ഒന്നും എട്ടാണ്, എട്ട് കാലിക്ക് കാലുകൾ എട്ടാണ്, എട്ടും ഒന്നും ഒമ്പതാണ്, നവരത്നങ്ങൾ ഒമ്പതാണ്, ഒമ്പതും ഒന്നും പത്താണ്, ഇരു കൈ വിരലുകൾ പത്താണ്. അടുത്തതായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ക്വിസ് പ്രോഗ്രാമാണ്. നമ്മുടെ ഇടയിലെ കുട്ടി ക്വിസ് മാസ്റ്റർ ആദിത്യ എസ് പിള്ളൈ 10C നയിക്കുന്ന ക്വിസ് പ്രോഗ്രാം. ഗുഡ് ഈവനിങ് എവരിവൺ. ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ വ്യക്തമായി കേൾക്കുക, ഒപ്പം തന്നെ സ്ക്രീനിൽ ചോദ്യങ്ങൾ കാണിക്കുന്നതുമാണ്. അപ്പോൾ തന്നെ ആദ്യം പറയുന്നവർക്കായിരിക്കും സ്കോർ കിട്ടുന്നത്. ദയവായി ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ ചോദ്യം കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. ഒന്നാമത്തെ ചോദ്യം, ആധുനിക ഗണിതശാസ്ത്രത്തിന്റെ പിതാവാര്? ഫാദർ ഓഫ് മോഡേൺ മാത്സ്? രാമാനുജൻ. René Descartes. ഉത്തരം കിട്ടിയിരിക്കുന്നു. അയ്യോ, അങ്ങേരായിരുന്നോ? ഹലോ, അങ്ങനെയാണോ? അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞിരിക്കുന്നത് പ്രിയ UP ആണ്. റെനെ ദെക്കാർത്തെ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുവാണ്. ആദിത്യൻ, ആരാണ് ശരിക്കും പറഞ്ഞത്? കൃഷ്ണപ്രിയ അല്ലേ പറഞ്ഞത്? ടീച്ചറെ, കൃഷ്ണപ്രിയയാണ് ഉത്തരം. ഓക്കെ. രാമാനുജൻ നമ്പർ 1729. ഉത്തരം കിട്ടിയോ? മുഹമ്മദ് ആണ് ഉത്തരം പറഞ്ഞത്. മുഹമ്മദ്. ദേവനന്ദ ഫസ്റ്റ് പറഞ്ഞ ആളെയാണോ അതോ പറഞ്ഞവരെ എല്ലാവരെയും എടുക്കുന്നുണ്ടോ? അല്ല, ഫസ്റ്റ് പറഞ്ഞ ആളെ ടീച്ചറെ. ദേവനന്ദയാണോ ടീച്ചറെ? അതെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഹലോ, പോവാ ടീച്ചറെ. അടുത്ത ക്വസ്റ്റ്യൻ, 10⁻100 എന്ന ഗണിതശാസ്ത്രത്തിൽ പറയുന്നത് പേരെന്ത്? നെയിം ദി നമ്പർ 10⁻100 in mathematics. Google. സാന്ദ്രയാണ് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. ഗൂഗിൾ.
ഓക്കെ. അടുത്ത ചോദ്യം ഗണിതശാസ്ത്രത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമേത്? ദേവനന്ദയാണ് പറഞ്ഞിരിക്കുന്നത്. എലമെന്റ്സ് കറക്റ്റ് ആണ്. അടുത്തത് തേനറകളുടെ ആകൃതിയിലുള്ള ബഹുഭുജം. പോളിഗൺസ് റിലേറ്റഡ് ടു ഹണികോംസ്. ഷഡ്ഭുജം. കൃഷ്ണപ്രിയ ഉത്തരം പറഞ്ഞിരിക്കുന്നു. കറക്റ്റ് ആണ്. ഹെക്സഗൺ. അടുത്ത ചോദ്യം, 1 മീറ്റർ എത്ര അടിയാണ്? 1 മീറ്റർ ഇസ് ഈക്വൽ ടു ഹൗ മെനി ഫീറ്റ്? 1.2 ആണോ? അല്ലല്ല. 6. അല്ലല്ല. 3.28. കൃഷ്ണപ്രിയ 3.28 കറക്റ്റ് ആണ്. 3.28. അടുത്ത ചോദ്യം, ഹു ഇൻവെന്റഡ് സീറോ? 0 കണ്ടുപിടിച്ചത് ആര്? ഇന്ത്യ. ഭാരതീയർ. ചൈന. ആര്യഭട്ടൻ. രാജ്യമല്ല. ഇന്ത്യ. 0 കണ്ടുപിടിച്ചത് ആര്? ആരെന്നാണ്? ഇന്ത്യക്കാരെന്ന രാജ്യം. ആര്യഭടൻ. അല്ലല്ല. ബ്രഹ്മഗുപ്ത. ഇല്ലല്ല, കറക്റ്റ് അല്ല. ആർക്കെങ്കിലും അറിയാമോ? ഭാരതീയരല്ല. രാജ്യമല്ല. ഒരു വ്യക്തി, ഒരു കൂട്ടത്തിൽ, ഒരു സമുദായക്കാരുടെ പേര്. ഭാരതീയരല്ല. ഭാരതീയരിൽ ഒരു വിഭാഗക്കാരാണ് കണ്ടുപിടിച്ചത്. അല്ല. അപ്പൊ ഉത്തരം പറയുകയാണ്. ഉത്തരം ആരും പറയാത്തോണ്ട് ഉത്തരം പറയുക. അല്ല, മായന്മാരാണ് കണ്ടുപിടിച്ചത്. മായൻസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മാത്തമാറ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിനം? ഡിസംബർ 22. തെറ്റ്. 22 ജൂലൈ. ജനുവരി 22. ഡിസംബർ 22. ഡിസംബർ 22 അല്ല. മാർച്ച് 14. മാർച്ച് 14. ഇപ്പൊ പറഞ്ഞത് ഐശ്വര്യ പറഞ്ഞത് കറക്റ്റ് ആണ്. മാർച്ച് 14. അടുത്തത്, പൈന്റെ വില ആദ്യമായി കണ്ടെത്തിയത് ആര്? ഹൂ ഫസ്റ്റ് ഡിസ്ക്രൈബ് ദി വാല്യൂ ഓഫ് പൈ? ആര്യഭടൻ അല്ല. അല്ല. ആർക്കിമിഡീസ് അല്ല. ആർക്കെങ്കിലും അറിയാവോ? പൈന്റെ വില ആദ്യമായി കണ്ടുപിടിച്ച ആര്? അല്ലല്ല. ഇവരല്ല. അരിസ്റ്റോട്ടിൽ ഒന്നും അല്ല. ആർക്കെങ്കിലും പറയാൻ അറിയാവോ? അല്ലല്ല. ഉത്തരം പറയുക. യൂക്ലിഡ് ആണ് കണ്ടുപിടിച്ചത്. ഉത്തരം യൂക്ലിഡ് ആണ്. അടുത്ത ചോദ്യം, ഫാദർ ഓഫ് മാത്തമാറ്റിക്സ് ഇൻ ഇന്ത്യ? അല്ലല്ല. ആര്യഭടൻ. ആര്യഭടൻ. ഇപ്പൊ പറഞ്ഞത് ദേവനന്ദയ്ക്ക് ഒരു പോയിന്റ്.
ആര്യഭട്ട തന്നെ. പോയിന്റ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നേടിയിരിക്കുന്നത് കൃഷ്ണപ്രിയയാണ്. 2 ചോദ്യം കൂടെ ചോദിക്കാം. ആദിത്യൻ ഒരു മിനിറ്റ്. ടീച്ചറെ, ഞാനിപ്പോ ഇതുവരെ ഉള്ള പോയിന്റ് നിലവാരം ഒന്ന് പറയാം. കൃഷ്ണപ്രിയ 3 പോയിന്റ്, ദേവനന്ദ 3 പോയിന്റ്. ദേവനന്ദ 2 പോയിന്റ് ടീച്ചറെ, 3 അല്ല. അതെ ടീച്ചർ 2 പോയിന്റ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. കണ്ടിന്യൂ. അപ്പൊ അടുത്ത ചോദ്യം, ഗ്രാഫ് ഇൻവെന്റ് ചെയ്തതാര്? ഗ്രാഫ് കണ്ടുപിടിച്ചതാര്? റെനെ ദെക്കാർത്തെ. റെനെ ദെക്കാർത്തെ. ആരതിക്ക് 1 പോയിന്റ്. ആരതി അല്ലാതെ പറഞ്ഞേ. റെനെ ദെക്കാർത്തെ ഉത്തരം ശരിയാണ്. ആരതിയാണ് പറഞ്ഞത്. ആരതിയാണ് ടീച്ചർ, ആരതിയാ പറഞ്ഞത്. ആദ്യമേ മൈക്ക് ഓണായത് ആരതിന്റെ. രേവതിയാണ്. ഒരു ഹലോ, ആദ്യമേ പറഞ്ഞത് ടീച്ചറെ, ആദ്യമേ പറഞ്ഞ ആരതിയാ കേട്ടോ. ഓക്കെ ഓക്കെ. അടുത്ത അവസാനത്തെ ചോദ്യമാണ്. സോളാർ കലണ്ടർ, സൂര്യനെ ആസ്പദമാക്കി കലണ്ടർ കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ് ആദ്യം? ഭാസ്കരാചാര്യ. അല്ലല്ല, ഈജിപ്ത്. ഈജിപ്ത്. ആരതി പറഞ്ഞത് ശരി, ഈജിപ്റ്റാ. പോയിന്റ്സ് പറയുവാണ്. പോയിന്റ്സ്, കൃഷ്ണപ്രിയ 3 പോയിന്റിനാണ് ജയിച്ചിരിക്കുന്നത്. സെക്കൻഡ് ദേവനന്ദ, തേർഡ് ആരതി. സോറി, ദേവനന്ദ ആരതിയും തയ്യാണ്. ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കൃഷ്ണപ്രിയ 8C. ഹലോ ടീച്ചറെ, ടൈ ആയതുകൊണ്ട് അവർക്ക് 2 പേർക്കും സെക്കൻഡ് കൊടുക്കുന്നോ അതോ വീണ്ടും ചോദ്യം കൊടുക്കുന്നോ? അല്ല ടീച്ചറെ, 2 പേർക്ക് സെക്കൻഡ് കൊടുക്കാം. ഫസ്റ്റ് അല്ല, സെക്കൻഡ് ആകുമ്പോ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ 2 പേർക്കും സെക്കൻഡ് കൊടുക്കാം. അപ്പം അടുത്ത ഒരു അവസരത്തിൽ നമുക്ക് അവർക്കുള്ള സർട്ടിഫിക്കറ്റ് ക്ലാസ് ഗ്രൂപ്പുകൾ വഴി അവരിലേക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. സരിജ ടീച്ചർ. കാര്യപരിപാടികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, കുട്ടികളുടെ പരിപാടികളെല്ലാം അവസാനിച്ചല്ലോ ടീച്ചറെ. ടീച്ചറെ അക്തർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അഞ്ജലി ടീച്ചറെ. എനിക്ക് ഇടയ്ക്ക് വെച്ച് നെറ്റ് കട്ടായിരുന്നു, അതാ ബ്ലാക്കായത്. ലെഫ്റ്റ് ആയി പോയിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അക്തർ ഉൽമുൽ, a speech about mathematician and their discovery. Good afternoon all. മനുഷ്യ ജീവിതത്തിൽ ഓരോ സ്പന്ദനയും ഇപ്പോഴും നമ്മെ സ്വാധീനിക്കുന്ന ശാസ്ത്രമാണ് ഗണിതശാസ്ത്രം. നാം നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഗണിതശാസ്ത്രത്തെ ഇന്നത്തെ നിലയിലെത്തിച്ച ചില പ്രധാന ഗണിതശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പൈതഗോറസ്. പുരാതന ഗ്രീസിലെ പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞനാണ് പൈതഗോറസ്. BC 550 മുതൽ 500 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ത്രികോണമിതിയിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നായ പൈതഗോറസ് സിദ്ധാന്തം ഇദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ആര്യഭടൻ. പുരാതന ഭാരതത്തിലെ മികച്ച ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ആര്യഭടൻ.
ഇദ്ദേഹം AD 476 മുതൽ AD 500 വരെയുള്ള കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. പൈയുടെ മൂല്യം, ത്രികോണമിതിയിലെ സൈൻ, പട്ടിക തയ്യാറാക്കാനുള്ള മാർഗം, ഘനമൂലവും വർഗമൂലവും കണ്ടെത്താനുള്ള മാർഗം തുടങ്ങിയ നിരവധി സംഭാവനകൾ ഇദ്ദേഹം ഗണിതശാസ്ത്രത്തിന് നൽകി. ആർക്കമിഡീസ് പുരാതന കാലത്തെ ഏറ്റവും പ്രമുഖനായ ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ആർക്കമിഡീസ്. BC 257 BC 212 ഇടയിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. പൈയുടെ മൂല്യം ഇദ്ദേഹം വളരെ കൃത്യമായി കണ്ടെത്തി. ആർക്കമിഡീസ് സ്പൈറൽ ഇദ്ദേഹത്തിന്റെ കണ്ടെത്തലാണ്. ഒരു പരാബോളയുടെ വിസ്തീർണം കണ്ടുപിടിക്കാനും ഇദ്ദേഹം ശ്രമിച്ചു. ഗണിതശാസ്ത്രം കൂടാതെ ഭൗതികശാസ്ത്രം, ആസ്ട്രോണമി എന്നീ നിലകളിലും ഇദ്ദേഹം നിരവധി സംഭാവനകൾ നൽകി. ശ്രീനിവാസ രാമാനുജൻ ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ശ്രീനിവാസ രാമാനുജൻ. 1887 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. സ്വപ്രയത്നത്തിലൂടെ ഗണിത വിശകലനം, സംഖ്യാ സിദ്ധാന്തം, അനന്തശ്രേണി, തുടർച്ചാ ഭിന്നകങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇദ്ദേഹം വിലപ്പെട്ട സംഭാവനകൾ നൽകി. യൂക്ലിഡ് പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ ഒരാളായിരുന്നു യൂക്ലിഡ്. ഇദ്ദേഹത്തെ ജാമിതിയുടെ പിതാവ് എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ജാമിതീയ സംഭാവനയെ യൂക്ലിഡിയൻ ജാമിതീയം എന്ന് വിളിക്കുന്നു. ജീവിതകാലം മുഴുവനും ഗണിതശാസ്ത്രജ്ഞനായി പ്രവർത്തിച്ച ഇദ്ദേഹത്തെ ജാമിതിയിൽ വിപ്ലവകരമായ സംഭാവനകൾ നൽകി. നന്ദി. ടീച്ചർ, ആക്റ്റീവായിട്ട് പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള അഭിനന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച മാത്സ് അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പൊ നമ്മൾ 2 മണിക്ക് തുടങ്ങിയ പരിപാടി ഏതാണ്ട് ഇപ്പൊ 3-4 മണി ആകാൻ പോവുകയാണ്. ഇത്രയും നേരം നീണ്ടു നിന്നു. ഇപ്പൊ നിങ്ങൾ മാത്സ് ക്ലബിന്റെ ആക്ടിവിറ്റീസിലെല്ലാം വളരെ സജീവമായിട്ട് പങ്കെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മാത്സ് ബുദ്ധിമുട്ടുള്ള വിഷയമാണെന്ന് ആരും പറയരുത്. എല്ലാവരും വളരെ ചിട്ടയോടുകൂടി പഠിച്ച് ഏറ്റവും എളുപ്പമുള്ള വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ മാത്സ് എന്ന് പറയാനുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് അഞ്ജലി ടീച്ചറെ? ഇല്ല ടീച്ചർ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഇനി നന്ദി പറച്ച് സുനിത ടീച്ചർ മുമ്പേ നന്ദി പ്രകാശിപ്പിച്ചു. സുനിത ടീച്ചറെ ഹലോ ടീച്ചർ. ടീച്ചറെ, കുട്ടികൾക്കുള്ള നന്ദിയും ഇപ്പം ഇതില് കണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്, അവർക്കുള്ള നന്ദി ഒരിക്കൽ കൂടി പറയൂ ടീച്ചറെ. ഓക്കെ ടീച്ചർ. ഓക്കെ, നമ്മുടെ ഗണിത ക്ലബിന്റെ അധ്യക്ഷത വഹിച്ച നമ്മുടെ സ്കൂളിന്റെ എല്ലാമായ നമ്മുടെ കുട്ടികളുടെയും അധ്യാപകരുടെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും സപ്പോർട്ടായി നിൽക്കുന്ന ബഹുമാനിയായ നമ്മുടെ HM ശ്രീമതി സരിത ടീച്ചറിന് എൻ്റെ പേരിലും സ്കൂളിന്റെ പേരിലും ക്ലബിന്റെ പേരിലുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അതോടൊപ്പം സ്വാഗതം ആശംസിക്കാനെത്തിയ ശ്രീമതി അമ്പിളി ടീച്ചറിനും കുട്ടികൾക്ക് ആശംസകൾ നേർന്ന ശ്രീമതി അഞ്ജലി ടീച്ചർ, ശ്രീമതി മഞ്ജുഷി ടീച്ചർ എന്നിവർക്കും എൻ്റെ പേരിലും സ്കൂളിന്റെ പേരിലും ക്ലബിന്റെ പേരിലുമുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച, ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും ക്ലബിന്റെ പേരിലും സ്കൂളിന്റെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഓക്കെ, നമ്മുടെ യോഗ നടപടികൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പിരിയാം.